Hi, good afternoon. Welcome to the JEE Express. നമ്മൾ ഇന്ന് ഡിസ്കഷന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു ചാപ്റ്റർ നമ്മുടെ കെമിക്കൽ ആൻഡ് അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് കെമിക്കൽ ആൻഡ് അയോണിക് ഇക്വിലിബ്രിയം. ഈ ഒരു ചാപ്റ്ററിന് മെയിനായിട്ട് രണ്ട് ഡിഫറെൻറ്റ് ഏരിയാസ് ഉണ്ട്. നിങ്ങൾക്കറിയാം കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അയോണിക് ഇക്വിലിബ്രിയം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കെമിക്കൽ ആൻഡ് അയോണിക് ഇക്വിലിബ്രിയം നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ജെയ്ക്കൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു നല്ല ചാപ്റ്ററാണ് നമ്മുടെ കെമിക്കൽ ആൻഡ് അയോണിക് ഇക്വിലിബ്രിയം. കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ ഇക്വേഷനകത്തേക്ക് ജസ്റ്റ് നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസറിൻ്റെ അത് യാതൊരു കൺഫ്യൂഷൻ ഉണ്ടാകില്ല. ഇപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി ആയിക്കോട്ടെ, അവിടെ പല പോസിബിലിറ്റികൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻസ് ഉണ്ട്, ഫിസിക്കൽ കെമിസ്ട്രിയാണ്. ഇക്വേഷനകത്തേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സോൾവ് ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന ആൻസറിന് അത് നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന വളരെ സിമ്പിളായ നല്ലൊരു ചാപ്റ്ററാണ് കെമിക്കൽ ആൻഡ് അയോണിക് ഇക്വിലിബ്രിയം. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ പറ്റിയൊക്കെ നല്ല ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ട് എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് എടുക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട തിയറികളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് നമ്മൾ മുമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പോകുന്നത്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് കാണിക്കാം. അപ്പോൾ നിങ്ങളും ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കണം, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ ആൻസറൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് നമ്മളൊന്ന് അറിയിക്കണം. എത്ര പേർക്ക് ആൻസർ കിട്ടുന്നുണ്ടെന്നൊക്കെ അറിയാൻ നമുക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ തന്നെ ആകട്ടെ. നമുക്ക് എന്തായാലും സമയം കളയാതെ നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫോർ എ ഹോമോജീനിയസ് ഗേഷ്യസ് ഇക്വിലിബ്രിയം A+B ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് 2C+D at 500 Kelvin. Kp is equal to 0.04 bar. The Kc of the reaction at 500 Kelvin is എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റുകളെ പറ്റി ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്താണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് ഓർത്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻസിനെ മെയിനായിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇറിവേഴ്സിബിൾ റിയാക്ഷൻസും റിവേഴ്സിബിൾ റിയാക്ഷൻസും. ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് ഒരൊറ്റ ഡയറക്ഷനിലേക്ക് മാത്രമാണ് സംഭവിക്കുക. അവർ റിയാക്ടൻ്റ് പ്രോഡക്റ്റായിട്ട് മാറുക മാത്രമേ ഉള്ളൂ. അതിന് ഫോർവേഡ് ഡയറക്ഷൻസിലേക്ക് മാത്രമേ റിയാക്ഷൻ സംഭവിക്കാറുള്ളൂ, ബാക്ക്വേഡ് ഡയറക്ഷൻസിലേക്ക് റിയാക്ഷൻ സംഭവിക്കാറില്ല. അങ്ങനെ ഒരൊറ്റ ഡയറക്ഷനിലേക്ക് മാത്രം സംഭവിക്കുന്ന ടൈപ്പ് റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. ഇറിവേഴ്സിബിൾ റിയാക്ഷൻസിനുള്ളിൽ നമുക്ക് ഇക്വിലിബ്രിയം കാണാൻ സാധിക്കില്ല. ഇനി രണ്ടാമത്തെ ടൈപ്പ് റിയാക്ഷനാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ പ്രത്യേകത, അത് ഫോർവേഡ് ഡയറക്ഷനിലേക്കും ബാക്ക്വേഡ് ഡയറക്ഷനിലേക്കും സംഭവിക്കും. റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായി മാറുന്നതാണ് ഫോർവേഡ് ഡയറക്ഷൻ, അതേപോലെ തന്നെ പ്രോഡക്റ്റ് റിട്ടേൺ റിയാക്റ്റൻ്റ് ആയിട്ട് മാറുന്നതാണ് അതിൻ്റെ ബാക്ക്വേഡ് ഡയറക്ഷൻ. ഇങ്ങനെ ഫോർവേഡ് ഡയറക്ഷൻസിലേക്കും ബാക്ക്വേഡ് ഡയറക്ഷൻസിലേക്കും സംഭവിക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള തരം റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുക. ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഫോർവേഡ് ഡയറക്ഷൻ്റെ സ്പീഡും ബാക്ക്വേഡ് ഡയറക്ഷൻ്റെ സ്പീഡും ഈക്വലായി മാറുന്ന സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഫോർവേഡ് ഡയറക്ഷൻ്റെ സ്പീഡും ബാക്ക്വേഡ് ഡയറക്ഷൻ്റെ സ്പീഡും ഈക്വലായിട്ട് മാറുന്ന സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ ഈ സ്പീഡിന് പകരം നമ്മൾ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു വേർഡാണ് റേറ്റ് എന്ന് പറയാം. അപ്പോൾ കൺസിഡർ എ കെമിക്കൽ റിയാക്ഷൻ, എ റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻ, A moles of A പ്ലസ് B moles of B ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് C moles of C പ്ലസ് D moles of D എന്ന് എഴുതിയാൽ അതിൻ്റെ മീനിങ് ഇത്ര മാത്രമേ ഉള്ളൂ. ഫോർവേഡ് ഡയറക്ഷൻ്റെ സ്പീഡും ബാക്ക്വേഡ് ഡയറക്ഷൻ്റെ സ്പീഡും ഇപ്പോൾ ഒരേപോലെയാണ്. അഥവാ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ബാക്ക്വേഡ് റിയാക്ഷൻ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുക. അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് എന്ത് അറ്റൈൻ ചെയ്യുക, ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുക എന്നുള്ളത്. ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാറില്ല. റിവേഴ്സിബിൾ റിയാക്ഷൻസ് ആണ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുക. അതിൻ്റെ ഫോർവേഡ് ഡയറക്ഷൻ്റെ സ്പീഡും ബാക്ക്വേഡ് ഡയറക്ഷൻ്റെ സ്പീഡും ഈക്വലായിട്ട് മാറുന്ന ആ സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മളിവിടെ കേൾക്കുന്ന മറ്റൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. എന്താണ് ലോ ഓഫ് മാസ് ആക്ഷൻ പറയുക? ലോ ഓഫ് മാസ് ആക്ഷൻ പറയുന്നത് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ ആക്റ്റീവ് മാസ് ഓഫ് ദ റിയാക്ടൻസ് വിത്ത് ദെയർ പവർ ഈക്വൽ ടു ഇറ്റ്സ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. എന്താ പറയുക? റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ഈ ഒരു കെമിക്കൽ റിയാക്ഷനെ സംബന്ധിച്ച് ഇതിന് ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ബാക്ക്വേഡ് ഡയറക്ഷനിലേക്കും റിയാക്ഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ റേറ്റ് നമ്മൾ സാധാരണ ഇതിലെ സ്മോൾ ലെറ്റർ R കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇത് ഫോർവേഡ് ഡയറക്ഷൻ്റെ റേറ്റ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു എഫും കൂടെ കൊടുക്കാം. ഫോർവേഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ ആക്റ്റീവ് മാസ് ഓഫ് ദ റിയാക്ടൻസ്. നമുക്കറിയാം ഫോർവേഡ് ഡയറക്ഷനിലേക്ക് റിയാക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ റിയാക്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എയും ബിയുമാണ്.
the product of the active mass that's corresponding to the concentration ആണ്. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഇത്തരം സിമ്പിൾ കൊണ്ടാണ് നമ്മൾ കോൺസെൻട്രേഷൻ റെപ്രസെൻറ്റ് ചെയ്യുക. കോൺസെൻട്രേഷൻ ഓഫ് എ വിത്ത് ദെയർ പവർ ആയിട്ട് ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് എഴുതണം. അപ്പോൾ ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എ ആണ്, നമുക്ക് ഇതിൻ്റെ പവർ ആയിട്ട് എഴുതാം. ദ പ്രോഡക്റ്റ് ഓഫ് ദ ആക്റ്റീവ് മാസ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് റിയാക്റ്റൻറ്റുകളുണ്ട്, രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ്റെ അഥവാ ആക്റ്റീവ് മാസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് വേണം എഴുതാൻ. അപ്പോൾ ബി എന്ന് പറയുന്ന ആളെ മൾട്ടിപ്ലൈ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് ബിയും നമുക്ക് കൊടുക്കാം. The rate of forward reaction is directly proportional to the concentration of A raised to A into concentration of B raised to B എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ law of mass action നമ്മളോട് പറയുക. Rate of a chemical reaction is directly proportional to the product of the active mass of the concentration, active mass of the reactants, active mass that's corresponding to the concentration of the reactants with their power equal to its stoichiometric coefficient. ഇവരുടെ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റ് എയും ബി ആണ്, അത് ഇവിടെ നമുക്ക് പവർ ആയിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ഈക്വൽ ടു സൈൻ ഇടണമെങ്കിൽ നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി സൈനെ മാറ്റിയിട്ട് ഈക്വൽ ടു സൈൻ ഇടണമെങ്കിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കെ എന്ന് എഴുതിയാൽ മതി, അതാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. ഫോർവേഡ് ഡയറക്ഷൻ്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി നമുക്കൊരു എഫും കൂടെ കൊടുത്തേക്കാം. ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ നമുക്ക് എഴുതാം, ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആണ്. അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് മാസ് ആക്ഷൻ, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. ഇനി ഇതേ കെമിക്കൽ റിയാക്ഷൻ്റെ ബാക്ക്വേർഡ് ഡയറക്ഷൻ്റെ റേറ്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷൻ നടക്കുന്ന സമയത്ത് റിയാക്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് സിയും ഡിയുമാണ്. അങ്ങനെയെങ്കിൽ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ നമുക്ക് ആർ ബി എന്ന് എഴുതാം. ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി. ഓക്കെ, കാരണം അവിടുത്തെ റിയാക്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യപ്പെടുന്നത് സിയും ഡിയുമാണ്. അവരുടെ കോയിഫിഷ്യൻ്റുകൾ സ്മോൾ ലെറ്റർ സിയും സ്മോൾ ലെറ്റർ ഡിയും നമ്മൾ പവറുകളാക്കി എഴുതും. ഓക്കെ, ദെൻ ആർ ബി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് വേണം, അതിനെ നമുക്ക് കെ ബി എന്ന് വിളിക്കാം. കെ ബി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അതായത് ലോ ഓഫ് മാസ് ആക്ഷൻ അനുസരിച്ച് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും നമ്മൾ എഴുതി. അതാണ് ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കെമിക്കൽ റിയാക്ഷൻ ഇപ്പോൾ നിലവിൽ ഇക്വിലിബ്രിയത്തിലാണ്. ഇക്വിലിബ്രിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഫോർവേഡ് ഡയറക്ഷനിലേക്ക് റിയാക്ഷൻ സംഭവിക്കുന്ന അതേ സ്പീഡിൽ തന്നെ അത് ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കും സംഭവിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ എഴുതാം അറ്റ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഇത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും ഇക്വേഷൻ നമ്പർ 2 റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനാണ്. അവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കും. ഇവരുടെ രണ്ടുപേരുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ കെ എഫ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ കോൺസ്റ്റൻറ്റുകളെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഇവിടെ കെ എഫ് കിടപ്പുണ്ട്, ഇവിടെ കെ ബി ഉണ്ട്. ആ കെ ബിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ കെ എഫ് അവിടെ തന്നെ നിർത്തുന്നു. കെ ബി നമുക്ക് താഴെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യാം. കെ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ടൈംസ് എല്ലാം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുകയാണ്. ഓൾറെഡി അവിടെ റൈറ്റ് സൈഡിൽ കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഉണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഉണ്ട്, ഓൾ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഉണ്ട് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി ഉണ്ട്. നമുക്കത് അങ്ങനെ തന്നെ എഴുതാം. ഇനി കെ എഫ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് റേറ്റ് ലോ ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. റേറ്റ് ലോയ്ക്കകത്തെ കോൺസ്റ്റൻറ്റിനെ വിളിക്കുന്ന പേര് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്നാണ് വിളിക്കുക. ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് ലോയ്ക്കകത്ത് കാണപ്പെടുന്ന റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ അഥവാ കെ എഫ് സിമ്പൽ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇനി ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് ലോയ്ക്കകത്ത് കാണപ്പെടുന്ന റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ കെ ബി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. Kf is a rate constant of forward reaction, Kb is a rate constant of backward reaction. കാരണം റേറ്റ് ലോയിൽ കാണപ്പെടുന്ന കോൺസ്റ്റൻറ്റുകൾ ആയതുകൊണ്ട് അവരെ നമ്മൾ റേറ്റ് കോൺസ്റ്റൻറ്റുകൾ എന്നാണ് വിളിക്കുക. രണ്ട് കോൺസ്റ്റൻറ്റുകളെ തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് മറ്റൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ കെ എഫ് ഡിവൈഡഡ് ബൈ കെ ബി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റുകൾക്ക് പകരം കെ എഫ് ഡിവൈഡഡ് ബൈ കെ ബി ചെയ്താൽ കിട്ടുന്ന കോൺസ്റ്റൻറ്റ് ദാറ്റ്സ് കെ സി എന്ന് നമ്മൾ എടുക്കും. ദാറ്റ്സ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ സി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ കെ എഫ് ബൈ കെ ബിക്ക് പകരം നമ്മൾ കെ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആദ്യത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നമുക്ക് കിട്ടും. ദാറ്റ്സ് കെ സി ആണ്. The equilibrium constant Kc that is equal to concentration of C raised to C into concentration of D raised to D divided by concentration of A raised to A into concentration of B raised to B എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്ത കെ എഫ് ഡിവൈഡഡ് ബൈ കെ ബിക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? കെ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കെ സി ഈസ് നോൺ ആസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു ദ കോൺസെൻട്രേഷൻ. Okay, C stands for the concentration. Equilibrium constant with respect to the concentration. നമ്മുടെ ഫസ്റ്റ് equilibrium constant ലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ equilibrium constant വരിക.
അപ്പോൾ ഇതെങ്ങനെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇക്വിലിബ്രിയമാണ്. ഇക്വിലിബ്രിയം നമ്മൾ ലോ ഓഫ് മാസ് ആക്ഷൻ അനുസരിച്ച് അവരുടെ ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും റേറ്റ് നമ്മൾ എഴുതി. ഇക്വിലിബ്രിയത്തിൻ്റെ പ്രത്യേകത ഫോർവേഡ് റിയാക്ഷൻ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റും ഈക്വൽ ആയിരിക്കും. അവരെ തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്തിട്ട് KF/KB കോൺസ്റ്റൻറ്റുകൾക്ക് പകരം നമ്മൾ KC കൊടുത്തു. അതിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ കോൺസെൻട്രേഷൻ. നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് അതേപോലെ തന്നെ കൊടുക്കാം. ദാറ്റ്സ് എ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ ഓഫ് ദിസ് ഇക്വിലിബ്രിയം. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഇക്വിലിബ്രിയത്തിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ അവിടെ എഴുതിയിരിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഇതായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന രണ്ടാമത്തെ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ഉണ്ട്. അതാണ് നമ്മുടെ KP എന്ന് പറയുക. അതിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേരുക? ഇവിടെ നോക്കിയേ, A മോൾസ് ഓഫ് A അത് ഗേഷ്യസ് ഫോമിലാണ്. അതേപോലെ തന്നെ B മോൾസ് ഓഫ് B അതും ഗേഷ്യസ് ഫോമിലാണ്. ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് C മോൾസ് ഓഫ് C അതും ഗേഷ്യസ് ഫോമിലാണ്. പ്ലസ് D മോൾസ് ഓഫ് D അതും ഗേഷ്യസ് ഫോമിലാണ്. ഈ ഇക്വിലിബ്രിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയുള്ള റിയാക്റ്റൻറ്റുകളും പ്രോഡക്റ്റുകളും എല്ലാം ഗേഷ്യസ് ഫോമിലാണ്. ഗ്യാസിൻ്റെ കേസിൽ നമ്മൾ കോൺസെൻട്രേഷന് പകരം ഉപയോഗിക്കുന്നത് പാർഷ്യൽ പ്രഷറാണ്. വി ക്യാൻ യൂസ് എ പാർഷ്യൽ പ്രഷർ ഇൻസ്റ്റെഡ് ഓഫ് കോൺസെൻട്രേഷൻ ഇൻ കേസ് ഓഫ് എ ഗേഷ്യസ് റിയാക്റ്റൻ്റ് ഓർ പ്രൊഡക്റ്റ്. അപ്പോൾ ഗേഷ്യസ് ഫോമിലുള്ള റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷന് പകരം പാർഷ്യൽ പ്രഷർ യൂസ് ചെയ്യാം. അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെ എഴുതുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് KP ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ പാർഷ്യൽ പ്രഷർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷന് പകരം നമ്മൾ പാർഷ്യൽ പ്രഷർ എന്നതിൻ്റെ സിമ്പൽ P കൊടുക്കുകയാണ്. പാർഷ്യൽ പ്രഷർ ഓഫ് ദ C റൈസ് ടു C ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് D റൈസ് ടു D ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് A റൈസ് ടു A ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് B റൈസ് ടു B എന്ന് എഴുതിയാൽ നമ്മുടെ രണ്ടാമത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നമുക്ക് കിട്ടും. ദിസ് ഈസ് നോൺ ആസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ പാർഷ്യൽ പ്രഷർ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. നമ്മൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ആദ്യത്തേത് കേസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ, രണ്ടാമത്തേത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ പാർഷ്യൽ പ്രഷർ. ഇപ്പോൾ രണ്ട് ഡിഫറൻറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റുകൾ എഴുതാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കോൺസെൻട്രേഷന് പകരം നമ്മൾ പാർഷ്യൽ പ്രഷർ ഉപയോഗിച്ചു. ബാക്കി സ്റ്റെപ്പുകളെല്ലാം ഇവിടെ നമുക്ക് സെയിം ആയിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി രണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് KC KP ഇവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, അക്കോർഡിംഗ് ടു ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT ആണ്. ഇതിൻ്റെ അകത്ത് നിന്ന് പ്രഷർ നമ്മളിവിടെ നിർത്തുന്നു, വോളിയം ഇങ്ങോട്ടേക്ക് നമ്മൾ മാറ്റുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രഷർ ദാറ്റ് ഈസ് ഈക്വൽ ടു nRT ഡിവൈഡഡ് ബൈ V എന്ന് എഴുതാം. ഈ N/V ആണ് നമ്മുടെ കോൺസെൻട്രേഷൻ അല്ലെ, മൊളാരിറ്റി, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ, അഥവാ നമ്പർ ഓഫ് മോൾ ഡിവൈഡഡ് ബൈ വോളിയം, ദാറ്റ്സ് എ കോൺസെൻട്രേഷൻ. അങ്ങനെയാണെങ്കിൽ പ്രഷർ ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ നമ്മൾ ഇതുകൊണ്ട് സിമ്പിൾ കൊണ്ട് ഈ സ്ക്വയർ ബ്രാക്കറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇൻറ്റു R-ഉം T-യും അങ്ങനെ തന്നെ നമുക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് സിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? കോൺസെൻട്രേഷൻ ഓഫ് CRT എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, പാർഷ്യൽ പ്രഷർ ഓഫ് സിക്ക് പകരം നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് CRT എന്ന് നമ്മൾ എഴുതും. അതേപോലെ തന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് ഡിക്ക് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? കോൺസെൻട്രേഷൻ ഓഫ് DRT എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് ബിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് BRT എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അതേപോലെ തന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് എക്ക് പകരം കോൺസെൻട്രേഷൻ ഓഫ് ART എന്നും നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിപ്പോൾ കിട്ടിയ KPനെ ജസ്റ്റ് നമ്മളത് മോഡിഫൈ ചെയ്യാൻ പോവാണ്. അങ്ങനെയെങ്കിൽ KP ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? KP ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് സിക്ക് പകരം കോൺസെൻട്രേഷൻ ഓഫ് CRT കൊടുക്കുകയാണ്. കോൺസെൻട്രേഷൻ ഓഫ് CRT നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവിടെ ഓൾ റൈസ് ടു C ഉണ്ട്, അത് നമുക്ക് ഇതേപോലെ തന്നെ ഇവിടെ കൊടുത്തേക്കാം, ഓൾ റൈസ് ടു C. ഇനി രണ്ടാമത്തേത് പാർഷ്യൽ പ്രഷർ ഓഫ് D ആണ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഡിക്ക് പകരം നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് DRT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് DRT, അവിടെ ഓൾ റൈസ് ടു D ഉണ്ട്, അത് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കൊടുക്കണം. ഓൾ ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് എക്ക് പകരം കോൺസെൻട്രേഷൻ ഓഫ് ART സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോൺസെൻട്രേഷൻ ഓഫ് ART നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓൾ റൈസ് ടു A നമ്മൾ അതേപോലെ തന്നെ ഇവിടെ കൊടുക്കുകയാണ്. വീണ്ടും പാർഷ്യൽ പ്രഷർ ഓഫ് ബിക്ക് പകരം കോൺസെൻട്രേഷൻ ഓഫ് BRT നമ്മൾ എടുത്തു. കോൺസെൻട്രേഷൻ ഓഫ് BRT ഓൾ റൈസ് ടു B നമ്മൾ അതേപോലെ അവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ആണെങ്കിൽ KP ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ കിട്ടും കോൺസെൻട്രേഷൻ ഓഫ് C റൈസ് ടു C ഇവിടുന്ന് കിട്ടും. കോൺസെൻട്രേഷൻ ഓഫ് C റൈസ് ടു C ഇവിടുന്ന് ഒരു കോൺസെൻട്രേഷൻ ഓഫ് D റൈസ് ടു D നമുക്ക് കിട്ടും. ഇവിടെ ഒരു RT റൈസ് ടു Cയും ഇവിടെ ഒരു RT റൈസ് ടു Dയും കിട്ടും. അത് ഒരുമിച്ച് RT റൈസ് ടു C പ്ലസ് D എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓൾ ഡിവൈഡഡ് ബൈ ഇവിടുന്ന് ഒരു കോൺസെൻട്രേഷൻ ഓഫ് A റൈസ് ടു A നമുക്ക് എഴുതാം. കോൺസെൻട്രേഷൻ ഓഫ് A റൈസ് ടു A ഇവിടുന്ന് ഒരു കോൺസെൻട്രേഷൻ ഓഫ് B റൈസ് ടു B നമുക്ക് എഴുതാം. കോൺസെൻട്രേഷൻ ഓഫ് B റൈസ് ടു B RT റൈസ് ടു Aയും കിട്ടും, RT റൈസ് ടു Bയും കിട്ടും. അത് ഒരുമിച്ച് RT റൈസ് ടു A പ്ലസ് B എന്ന് എഴുതാം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ഏരിയ ഇതെന്തുവാ? ദാറ്റ്സ് എ KC അല്ലേ? ഇതല്ലേ KC എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ബ്രാക്കറ്റിലാക്കിയ ഏരിയ KC അല്ലേ? അങ്ങനെയെങ്കിൽ KP ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? KP ഈസ് ഈക്വൽ ടു KC ഇൻറ്റു ഇവിടെ RT റൈസ് ടു
ഒരു C+D കിടപ്പുണ്ട്, C+D. ഇത് താഴേന്ന് മേളിലേക്ക് കയറി വരുമ്പോൾ RT⁻⁻B വരും. നമുക്ക് ഒരുമിച്ച് RT⁻C+D-A+B എന്ന് എഴുതാൻ പറ്റും. RT⁻C+D-A+B എന്ന് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ Kp എന്നതാ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു പാർഷ്യൽ പ്രഷർ, Kc എന്നതാ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ, R നമ്മുടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T സെറ്റ് ടെമ്പറേച്ചർ. C+D എന്നതാ ഈ ഒരു ഇക്വിലിബ്രിയം ഇല്ലേ, നമ്മൾ എഴുതിയ ഈ ഇക്വിലിബ്രിയത്തിൻ്റെ കേസിൽ നമുക്ക് കിട്ടിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kpനെ മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫോമിലേക്ക് ആക്കി മാറ്റിയത്. അങ്ങനെയെങ്കിൽ ഈ ഇക്വിലിബ്രിയത്തിൻ്റെ അകത്ത് കാണപ്പെടുന്ന C+D എന്തുവാ? C+D എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഗേഷ്യസ് പ്രോഡക്റ്റ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഗേഷ്യസ് പ്രോഡക്റ്റ്. അതേപോലെ തന്നെ A+B എന്നതാ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഗേഷ്യസ് റിയാക്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ C+D-A+B എന്നതാ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗേഷ്യസ് പ്രോഡക്റ്റ് ആൻഡ് ഗേഷ്യസ് റിയാക്റ്റൻറ്റ്. ഓക്കെ, C+D-A+B എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗേഷ്യസ് പ്രോഡക്റ്റ് ആൻഡ് ഗേഷ്യസ് റിയാക്റ്റൻറ്റ്. എല്ലായ്പ്പോഴും C+D-A+B എന്ന് എഴുതാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി C+D-A+Bക്ക് പകരം നമ്മൾ കൊടുക്കുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് ΔN. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗേഷ്യസ് പ്രോഡക്റ്റ് ആൻഡ് ഗേഷ്യസ് റിയാക്റ്റൻറ്റ്, അതാണ് ΔNൻ്റെ മീനിങ് വരിക. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ ഒന്നും കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് Kp Kc RT⁻ എന്ന് എഴുതാൻ സാധിക്കും. Kp Kc RT⁻n. ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്? Kpയും Kcയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് Kp Kc RT⁻n. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ കുറച്ച് ഏരിയാസ് നമ്മൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ എഴുതാൻ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞാൽ എല്ലാവരും ഗേഷ്യസ് ഫോമിലാണെങ്കിൽ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു പാർഷ്യൽ പ്രഷറാണ് നമ്മൾ എഴുതുക. അതിനെ Kp എഴുതുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടു. അങ്ങനെ രണ്ട് ഡിഫറൻറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകളെ നമ്മൾ ആദ്യം പരിചയപ്പെട്ടു. Kc Kp എന്ന് പറയുന്ന രണ്ട് ഡിഫറൻറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ പരിചയപ്പെട്ടു. അതിനുശേഷം അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എഴുതി. Kp Kc RT⁻n. Kp Kc RT⁻n. ഈ ഡെറിവേഷൻ പാർട്ടൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇതിൻ്റെ ഫൈനൽ റിസൾട്ടുകൾ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റനൊക്കെ ചെയ്യാൻ ആവശ്യം വരും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റനിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ ഹോമോജീനിയസ് ഗേഷ്യസ് ഇക്വിലിബ്രിയം. എന്താണ് ഈ ഹോമോജീനിയസ് ഗേഷ്യസ് ഇക്വിലിബ്രിയം? ആ ഇക്വിലിബ്രിയത്തിൽ കാണപ്പെടുന്ന ആൾക്കാരെല്ലാവരും സെയിം ഫിസിക്കൽ ഫേസിലാണ്, എല്ലാവരും ഗേഷ്യസ് ഫോമിലാണ്. അതാണ് ഹോമോജീനിയസ് ഗേഷ്യസ് ഇക്വിലിബ്രിയം എന്ന് പറയുക. അവിടെ എയും ബിയും സിയും ഡിയും ഇവരെല്ലാവരും ഗേഷ്യസ് ഫോമിലുള്ള ആൾക്കാരാണ്. അറ്റ് 500 കെൽവിൻ Kp തന്നിരിക്കുന്നു 0.04 ബാർ. അങ്ങനെയാണെങ്കിൽ Kc ഓഫ് ദ റിയാക്ഷൻ 500 കെൽവിൻ ടെമ്പറേച്ചറിൽ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുക. സോ നമുക്കിവിടെ എഴുതുകയാണെങ്കിൽ Kpയുടെ വാല്യൂ ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. Kpയുടെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 0.04 ബാർ എന്ന് തന്നിരിക്കുന്നു. Kp = 0.04 ബാർ എന്ന് തന്നിരിക്കുന്നു. ഇനി എന്ത് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? Kc കണ്ടുപിടിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ദാറ്റ് ഈസ് ഈക്വൽ ടു 500 കെൽവിൻ എന്ന് തന്നിട്ടുണ്ട്. അത് ഹോമോജീനിയസ് ഗേഷ്യസ് ഇക്വിലിബ്രിയം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുമുണ്ട്. Kpയുടെ വാല്യൂ തന്നിട്ട് Kcയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടാൽ ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് നമുക്കറിയാമോ? തീർച്ചയായിട്ടും അറിയാം. ഇപ്പം നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടതേ ഉള്ളൂ. Kpയും Kcയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് Kp Kc RT⁻n. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന റിലേഷൻഷിപ്പ് നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതാൻ പോവാണ്. Kp Kc RT⁻n. ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടെ? കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത് Kc ആണ്. അങ്ങനെയാണെങ്കിൽ Kc നമ്മൾ ഇവിടെ നിർത്തുന്നു. ഈ ടൈം ഇതിനെ താഴെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുന്നു. സോ Kc Kp RT⁻n. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1ലേക്ക് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? Kc കിട്ടും. Kpയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, therefore Kc Kpയുടെ വാല്യൂ എത്രയാ? 0.04 all divided by R-ൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ട്. ഇവിടെ Kpയുടെ യൂണിറ്റ് തന്നിരിക്കുന്നത് ബാറാണ് അല്ലേ? Kp തന്നിരിക്കുന്നത് 0.04 ബാർ എന്ന് പറഞ്ഞ യൂണിറ്റിലാണ്. അപ്പോൾ ബാർ പ്രഷറിൻ്റെ യൂണിറ്റ് ബാർ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് R-ൻ്റെ വാല്യൂ 0.08 ആണ്. 0.0821. നമുക്ക് 0.08 കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഓർത്തോണം,
പ്രഷറിൻ്റെ യൂണിറ്റ് ബാറിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആറിൻ്റെ വാല്യൂ 0.0821 ആണ്. നമുക്ക് 0.08 കൊടുത്ത് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി ടെമ്പറേച്ചർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 500 കെൽവിൻ. നമുക്ക് അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 500 കെൽവിൻ. ഇനി ഡെൽറ്റ എൻ വേണം. ഈ ഡെൽറ്റ എൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗേഷ്യസ് പ്രോഡക്റ്റ് ആൻഡ് ഗേഷ്യസ് റിയാക്റ്റൻ്റ് ആണ്. ഇവിടെ നമുക്ക് നോക്കിക്കേ, ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഡെൽറ്റ എൻ നമുക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ നിന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കാം. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ ഡെൽറ്റ എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗേഷ്യസ് പ്രോഡക്റ്റ്. ഇവരെല്ലാം ഗേഷ്യസ് ഫോമിൽ എന്ന ക്വസ്റ്റൻ അത് പറഞ്ഞിട്ടുണ്ട്, ഗേഷ്യസ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര ഗേഷ്യസ് പ്രോഡക്റ്റ് ഉണ്ട്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഗേഷ്യസ് പ്രോഡക്റ്റ് ഇത് 2 എണ്ണം ഉണ്ട്, ഇവിടെ 1 എണ്ണം ഉണ്ട്. 2 + 1 3 ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഗേഷ്യസ് പ്രോഡക്റ്റ് 3 ഉണ്ട്. ഇനി റിയാക്റ്റൻ്റ് എത്രയുണ്ട്? 1 മോൾ എയും 1 മോൾ ബിയും. അപ്പോൾ ടോട്ടൽ 1 + 1 2. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗേഷ്യസ് പ്രോഡക്റ്റ് ആൻഡ് ഗേഷ്യസ് റിയാക്റ്റൻ്റ് ഡെൽറ്റ എൻ കണ്ടുപിടിച്ചാൽ അതിൻ്റെ വാല്യൂ 1 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് അവിടെയും കൊണ്ടുവന്ന് 1 തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് സോൾവ് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും. ഇത് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കിതിവിടെ വെട്ടുകയാണെങ്കിൽ ഇത് എത്ര കിട്ടും? 8 × 10⁻⁻5 വരില്ലേ? അപ്പോൾ 8 × 10⁻⁻5 8 × 10⁻⁻5 ഡിവൈഡഡ് ബൈ 0.08 വന്നാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 10⁻³ എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. 1 × 10⁻³ ഓപ്ഷൻ്റെ അകത്തുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാലേ കാണാൻ സാധിക്കും, ഇത് ഗേഷ്യസ് ഹോമോജീനിയസ് ഗേഷ്യസ് ഇക്വിലിബ്രിയം. ആ കൺസെപ്റ്റ് മനസ്സിലാക്കണം. എല്ലാവരും ഗേഷ്യസ് ഫോമിലാണ്, എല്ലാവരും സെയിം ഫിസിക്കൽ ഫേസിലാണ്, ഹോമോജീനിയസ്. ഓക്കെ, കെ പിയുടെ വാല്യൂ തന്നിരിക്കുന്നു, കെ സി കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടു. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഈ റിലേഷൻഷിപ്പ് നമ്മൾ ഇപ്പോൾ ഡിറൈവ് ചെയ്ത് കണ്ടതാണ്. കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു RT⁻⁴ ഈ റിലേഷൻഷിപ്പ് അറിയാവുന്ന ഏതൊരാളും ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യും. ഓക്കെ, കെ പി എന്ന് പറയുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു പാർഷ്യൽ പ്രഷർ, കെ സി ഇസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി സെറ്റ് ടെമ്പറേച്ചർ, ഡെൽറ്റ എൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഗേഷ്യസ് പ്രോഡക്റ്റ് ആൻഡ് ഗേഷ്യസ് റിയാക്ടൻ. ഗേഷ്യസ് ഫോമിലുള്ള ആൾക്കാരെ മാത്രമേ പരിഗണിക്കാവൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫോർ എ certain reversible reaction at 373 Kelvin, the equilibrium constant is 6. The rate constant of the backward reaction at the temperature is 2 × 10⁻⁻4. That of the forward reaction is എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റാസ് ഒക്കെ നമ്മൾ ഒന്ന് എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയേക്കാം. അപ്പോൾ ഫോർ എ certain reversible reaction the equilibrium constant is 6. ഇപ്പോൾ equilibrium constant Kc നമുക്ക് എടുക്കാം. അതിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് 6 ആണ്. equilibrium constant Kc അല്ലെങ്കിൽ K that's equal to 6 എന്ന് തന്നിട്ടുണ്ട്. If the rate constant of the backward reaction, rate constant of backward reaction Kb ആണ്. Kbയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 2 × 10⁻⁻4. നമ്മൾ തൊട്ട് മുമ്പിൽ ഡിറൈവ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടതല്ലേ, കെ എഫ് എന്ന് പറഞ്ഞ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും കെ ബി എന്ന് പറഞ്ഞ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനുമാണ്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് കെ ബി 2 × 10⁻⁻4. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഓഫ് ദ ഫോർവേഡ് റിയാക്ഷൻ, റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദ ഫോർവേഡ് റിയാക്ഷൻ കെ എഫ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുക. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും കെ ബിയും കെ എഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തൊട്ട് മുമ്പിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടതാണ്. എന്താണ് കെ എഫും കെ ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് കെ എഫ് ഡിവൈഡഡ് ബൈ കെ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു കെ സി. കെ എഫ് ഡിവൈഡഡ് ബൈ കെ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു കെ സി. അങ്ങനെയെങ്കിൽ നമുക്ക് ആ റിലേഷൻഷിപ്പ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കെ എഫ് ഡിവൈഡഡ് ബൈ കെ ബി, കെ എഫ് ഡിവൈഡഡ് ബൈ കെ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു കെ സി. ഈ റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇനി ഇതിൻ്റെ അകത്ത് നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത് കെ എഫ് ആണ്. കെ എഫ് നമ്മളിവിടെ നിർത്തുന്നു, കെ ബി അങ്ങോട്ടേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കെ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു കെ ബി. സോ കെ സി എത്രയാണ്? കെ സി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 6 ഇൻറ്റു കെ ബി തന്നിട്ടുണ്ട് 2 × 10⁻⁻4 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 × 10⁻⁻4. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. 12 × 10⁻⁻4 ഓപ്ഷൻ്റെ അകത്തില്ല, പക്ഷേ ഓപ്ഷൻ്റെ അകത്ത് 1.2 × 10⁻⁻3 തന്നിട്ടുണ്ട്. അപ്പോൾ 12 × 10⁻⁻4 നമുക്ക് 1.2 × 10⁻⁻3 എന്ന് എഴുതാം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ക്ലിയർ ആണോ? ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയായിരുന്നു അല്ലേ. ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രം അറിഞ്ഞാൽ മതി. ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് കിട്ടുക എന്ന് ഞാൻ ഓൾറെഡി തൊട്ട് മുമ്പിൽ ഞാൻ ഡിറൈവ് ചെയ്ത് കാണിച്ചതാണ്.
ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേഡ് റിയാക്ഷൻ്റെ റേറ്റും ഈക്വൽ ആകുമ്പോൾ മാത്രമാണ് അത് കെമിക്കൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുക. അതിൻ്റെ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് കെ എഫും ബാക്ക്വേഡ് റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ബിയും. സോ നമ്മൾ ഫൈനലി ഡിറൈവ് ചെയ്ത് വരുമ്പോൾ കെ എഫ് ഡിവൈഡ് ബൈ കെ ബിക്ക് പകരം നമ്മൾ കൊടുത്ത സിമ്പിളാണ് കെ സി, ദാറ്റ്സ് എ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ക്ലിയർ ആണല്ലോ? ഈ റിസൾട്ട് അറിയാവുന്ന ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സംഭവം ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the decomposition reaction, AB5 is in equilibrium with AB3 plus B2. എല്ലാവരും gaseous ഫോമിലാണ്. At equilibrium in a closed 10-liter container at 227 degrees Celsius, 2 moles of AB3, 5 moles of B2 and 4 moles of AB5 are present. The Kc for the formation of AB5 at this temperature is. ഓക്കെ, നമുക്കൊരു ഇക്വിലിബ്രിയം തന്നിട്ടുണ്ട്. ഏതാണ് തന്നിരിക്കുന്ന ഇക്വിലിബ്രിയം? തന്നിരിക്കുന്ന ഇക്വിലിബ്രിയം AB5 ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് AB3 പ്ലസ് B2 ആണ്. എല്ലാവരും ഗേഷ്യസ് ഫോമിലാണ് ക്വസ്റ്റ്യനകത്ത് തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഗേഷ്യസ് ഫോമിലാണ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വിലിബ്രിയം. ഈ ഇക്വിലിബ്രിയത്തിൻ്റെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ദ Kc ഫോർ ദ ഫോർമേഷൻ ഓഫ് AB5 അറ്റ് ദിസ് ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത്. ഓക്കെ, ക്വസ്റ്റിൻ്റെ അവസാന ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. ദ Kc ഫോർ ദ ഫോർമേഷൻ ഓഫ് AB5 അറ്റ് ദിസ് ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോവും. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇക്വിലിബ്രിയം ഫോർമേഷൻ ഓഫ് AB5 ആണോ? അല്ല. ഈ ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്ന ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഡിസോസിയേഷൻ ഓഫ് AB5 ആണ്. AB5 എന്ന് പറയുന്ന ഒരാൾ ഡിസോസിയേറ്റ് ചെയ്തിട്ട് AB3യും B2യുമായി മാറുന്ന ഇക്വിലിബ്രിയമാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഈ ഇക്വിലിബ്രിയത്തിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനല്ല ക്വസ്റ്റ്യൻ നമ്മളോട് ആവശ്യപ്പെട്ടത്. അതേ സമയത്ത് നമ്മളോട് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത് ഫോർമേഷൻ ഓഫ് AB5ൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുക. ഇത് ആക്ച്വലി ഡിസോസിയേഷൻ ഓഫ് AB5 ആണ്. ഇതിൻ്റെ ഇക്വിലിബ്രിയം അല്ല കണ്ടുപിടിക്കേണ്ടത്, ഫോർമേഷൻ ഓഫ് AB5ൻ്റെ ഇക്വിലിബ്രിയമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഡിസോസിയേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ടേമാണ് ഫോർമേഷൻ എന്ന് പറയുക. അങ്ങനെയെങ്കിൽ ഈ ഇക്വിലിബ്രിയം നമ്മൾ തിരിച്ചെഴുതി കഴിഞ്ഞാൽ ദാറ്റ് ബിക്കം ദ ഫോർമേഷൻ ഓഫ് AB5 ആകും. അതായത് ഈ ഇക്വിലിബ്രിയത്തിന് ഞാൻ നേരെ തിരിച്ചെഴുതാൻ പോവാണ്. AB3 പ്ലസ് B2 ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് AB5 എന്ന് എഴുതണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോകും. കാരണം ഇവിടെ തന്നിരിക്കുന്നത് ഡിസോസിയേഷൻ ഓഫ് AB5 ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത് ഡിസോസിയേഷൻ്റേതല്ല, ഫോർമേഷൻ ഓഫ് AB5ൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഡിസോസിയേഷനെ നേരെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ ദാറ്റ് ബിക്കം ദ ഫോർമേഷൻ ഓഫ് AB5 ആകും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റിനെ തന്നിരിക്കുന്ന ഡേറ്റ നോക്കാം. അറ്റ് ഇക്വിലിബ്രിയം ഇൻ എ ക്ലോസ്ഡ് 10-liter കണ്ടെയ്നർ അറ്റ് 227 degrees Celsius, 2 moles of AB3, 5 moles of B2 and 4 moles of AB5 are present. അപ്പോൾ ഇക്വിലിബ്രിയത്തിലെ നമ്പർ ഓഫ് മോൾ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾ, ഇക്വിലിബ്രിയത്തിലെ നമ്പർ ഓഫ് മോൾ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുകയാണ്. എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അറ്റ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് 2 moles of AB3 എവിടെയുണ്ട്? 2 moles of AB3. അതുപോലെ തന്നെ 5 moles of B2 ഉണ്ട്. 5 moles of B2. 4 moles of AB5 അവിടെയുണ്ട്. 4 moles of AB5 അവിടെയുണ്ട്. ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഇക്വിലിബ്രിയത്തിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ഇവിടെ ഒന്ന് എഴുതാം. നമ്മൾ ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എഴുതുകയാണെങ്കിൽ ദാറ്റ്സ് Kc ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് AB5 all divided by concentration of AB3 into concentration of B2 വരും. നമ്മളിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തതിന് ശേഷമുള്ള കോൺസെൻട്രേഷൻസ് അല്ല ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത്. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തതിന് ശേഷമുള്ള നമ്പർ ഓഫ് മോൾ ആണ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുക. ഇവിടെ വായിച്ചു നോക്കിയാൽ അറിയാം 2 മോള് 5 മോള് 4 മോള്. കോൺസെൻട്രേഷൻ അല്ല തന്നിരിക്കുക. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും നമ്പർ ഓഫ് മോൾ അല്ല, പിന്നെ എന്താണ്, കോൺസെൻട്രേഷൻ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ആകട്ടെ നമുക്ക് തന്നിരിക്കുന്നത് കോൺസെൻട്രേഷൻ അല്ല, നമ്പർ ഓഫ് മോൾ ആണ്. പക്ഷേ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കോൺസെൻട്രേഷൻ ഓഫ് AB5ഉം കോൺസെൻട്രേഷൻ ഓഫ് AB3യും കോൺസെൻട്രേഷൻ ഓഫ് B2യുമാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഓഫ് മോളിനെ നമ്മൾ കോൺസെൻട്രേഷനിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ കോൺസെൻട്രേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം? നമ്പർ ഓഫ് മോളിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ദാറ്റ് ബിക്കം ദ കോൺസെൻട്രേഷൻ. മൊളാരിറ്റി എന്നൊക്കെ പറഞ്ഞ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ അല്ലേ? നമ്പർ ഓഫ് മോൾ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്.
അപ്പോൾ നമ്പർ ഓഫ് മോളിനെ നമ്മൾ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കം ദ കോൺസെൻട്രേഷൻ. സോ നമുക്ക് ഇക്വിലിബ്രിയം മോളിൽ നിന്ന് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനിലേക്ക് എത്താം. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ നമുക്ക് വേണം. ഇവിടെ വോളിയം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 10 ലിറ്റർ ഓഫ് ദ കണ്ടെയ്നർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾ 2 ഡിവൈഡഡ് ബൈ 10 ഇത് ചെയ്താൽ 0.2 എന്ന് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ 5 ഡിവൈഡഡ് ബൈ 10 ഇത് ചെയ്താൽ നമുക്ക് 0.5 എന്ന് കിട്ടും. ഇത് 4 ഡിവൈഡഡ് ബൈ 10 ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0.4 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാവരുടെയും ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോളിൽ നിന്ന് നമ്മൾ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനിലേക്ക് കൺവേർട്ട് ചെയ്തു. KC കണ്ടുപിടിക്കുന്ന സമയത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കോൺസെൻട്രേഷൻസ് ആണ്. നമുക്ക് കോൺസെൻട്രേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ KC ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് AB5 എത്രയാണ്? 0.4 ആണ്. 0.4 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് AB3 എത്രയാണ്? കോൺസെൻട്രേഷൻ ഓഫ് AB3 0.2. 0.2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B2 എത്രയാണ്? 0.5 ആണ്. 0.4 ഡിവൈഡഡ് ബൈ 0.1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1, 4. കിട്ടിയോ? ഈ ഒരു ക്വസ്റ്റിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ക്വസ്റ്റിൻ്റെ അകത്ത് അവസാനം പറഞ്ഞിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കാതെ പോയാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. കാരണം ക്വസ്റ്റിൻ്റെ അകത്ത് അവസാനമാണ് അതിൻ്റെ അകത്ത് ഒരു ടെസ്റ്റ് കിടക്കുന്നത്. ദ KC ഫോർ ദ ഫോർമേഷൻ ഓഫ് AB5 എന്നാണ് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ഇക്വിലിബ്രിയം ആകട്ടെ ഫോർമേഷൻ ഓഫ് AB5 അല്ല, ഡിസോസിയേഷൻ ഓഫ് AB5 ആണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. രണ്ടാമത്തെ നമ്മൾ തെറ്റാൻ സാധ്യതയുള്ളത്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്പർ ഓഫ് മോൾ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, അത് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കോൺസെൻട്രേഷൻസ് ആണ്. കോൺസെൻട്രേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തിട്ട് വേണം നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിലേക്ക് എത്തിച്ചേരാൻ. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ പ്രശ്നം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. AB gas dissociate as 2AB is in equilibrium with a 2A plus B2. The initial pressure of AB was 500 mm mercury. The pressure becomes 625 mm mercury when equilibrium was attained. Assuming that volume remains constant, the Kp of the reaction is. ഇത് നമ്മളോട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുക. ഓക്കെ, ഈ ഒരു ക്വസ്റ്റിൻ്റെ അകത്ത് നമ്മൾ നോക്കിയാൽ AB ഗ്യാസ് ഡിസോസിയേറ്റാസ്, അത് ഡിസോസിയേറ്റ് ചെയ്യുന്ന ഇക്വിലിബ്രിയം ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുകയാണ്. 2AB ഗ്യാസ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് 2A പ്ലസ് B2. ഓക്കെ, എല്ലാവരും ഗേഷ്യസ് ഫോമിലാണ്. ദ ഇനീഷ്യൽ പ്രഷർ ഓഫ് AB വാസ് 500 mm മെർക്കുറി. നമുക്കറിയാം ഏതൊരു ഇക്വിലിബ്രിയത്തിൻ്റെയും ഇനിഷ്യലി അവിടെ റിയാക്റ്റൻ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അവിടെ പ്രോഡക്റ്റുകൾ ഇനിഷ്യലി ഉണ്ടാവുകയില്ല. സോ ദ ഇനിഷ്യൽ പ്രഷർ ഓഫ് AB ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. നമ്മളിവിടെ എഴുതാൻ പോവാണ്. ഇനിഷ്യൽ പ്രഷർ ഓഫ് AB ദാറ്റ് ഈസ് ഈക്വൽ ടു 500 ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. ഇനിഷ്യലി എന്തായാലും AB എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാകുകയില്ല, അതിൻ്റെ പ്രഷർ 0 തന്നെ ആയിരിക്കും. നമുക്കറിയാം ഏതൊരു കെമിക്കൽ റിയാക്ഷൻ്റെയും തുടക്കത്തിൽ ആര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ? റിയാക്റ്റൻ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ റിയാക്റ്റൻ്റ് റിയാക്ട് ചെയ്തെങ്കിൽ മാത്രമാണ് അത് പിന്നീട് എന്തിലേക്ക് എത്തിച്ചേരുക? പ്രോഡക്റ്റിലേക്ക് എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും ഇനിഷ്യലി AB മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോ ദ ഇനിഷ്യൽ പ്രഷർ ABയുടേത് മാത്രമാണ്, ദാറ്റ് ഈസ് 500 mm മെർക്കുറി. ഇനിഷ്യലി പ്രോഡക്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ പ്രഷറുകളും നമുക്ക് 0 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ദ പ്രഷർ ബിക്കം 625 mm മെർക്കുറി വെൻ ഇക്വിലിബ്രിയം വാസ് അറ്റൈൻഡ്. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യണമെങ്കിൽ ഈ റിയാക്ഷൻ മുമ്പിലേക്ക് നടന്നിട്ടുണ്ടാകണം. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം അതിൻ്റെ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേഡ് റിയാക്ഷൻ്റെ റേറ്റും ഈക്വലായി മാറിയിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമാണ് ആ കെമിക്കൽ റിയാക്ഷൻ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഈ ക്വസ്റ്റിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദ പ്രഷർ ബിക്കം 625 mm മെർക്കുറി. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് അഥവാ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ നിന്ന് സംതിങ് എമൗണ്ട് പ്രോഡക്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടുത്തെ അറ്റ് ഇക്വിലിബ്രിയം പ്രഷർ നമ്മൾ എടുക്കുമ്പോൾ ഇക്വിലിബ്രിയം പ്രഷർ നമുക്ക് എടുക്കാം. ഇക്വിലിബ്രിയത്തിലെ പ്രഷർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇനിഷ്യലി 500 ഉണ്ടായിരുന്നു, 500 mm മെർക്കുറി പ്രഷർ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് സംതിങ് പ്രഷർ അപ്പുറത്തെ സൈഡിലേക്ക് കൺവേർട്ട് ചെയ്തു, അഥവാ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറി. റിയാക്റ്റൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾ കുറയുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രഷറും ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് റിയാക്റ്റൻ്റ് റിയാക്ട് ചെയ്തെങ്കിൽ മാത്രമേ പ്രോഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ റിയാക്റ്റൻ്റ് സൈഡിൽ നിന്ന് ആൾക്കാർ പ്രോഡക്റ്റ് സൈഡിലേക്ക് പോകുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അകത്ത് പ്രഷറിൽ കുറവുണ്ടാകും. സോ എക്സ് എമൗണ്ട് റിയാക്ട് ചെയ്തു എന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 500 - x മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആര്? AB എന്ന് പറയുന്നയാൾ അതിൻ്റെ അകത്തുനിന്ന് എക്സ് എമൗണ്ട്
റിയാക്ട് ചെയ്ത് അപ്പുറത്തേക്ക് പോയി. എക്സ് എമൗണ്ട് റിയാക്ട് ചെയ്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും എക്സ് പ്രഷറിൽ കുറവ് വരും. സോ റിമൈനിങ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ഉള്ളത് 500 മൈനസ് എക്സ് മാത്രമായിരിക്കും. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ കിടക്കുന്ന ഇക്വിലിബ്രിയം അഥവാ ഈ ബാലൻസ്ഡ് ഇക്വേഷൻ അനുസരിച്ച് 2 മോള് എ ബി റിയാക്ട് ചെയ്തപ്പോൾ 2 മോള് എ നമുക്ക് കിട്ടി. ഓക്കെ, 2 മോള് എ ബി റിയാക്ട് ചെയ്തപ്പോൾ 2 മോള് എ കിട്ടിയെങ്കിൽ എക്സ് മോള് റിയാക്ട് ചെയ്തായിരുന്നെങ്കിൽ എത്ര കിട്ടിയേനെ? എക്സ് മോള് കിട്ടും. ഇവിടുന്ന് എക്സ് എമൗണ്ട് റിയാക്ട് ചെയ്തു എന്നാണല്ലോ നമ്മൾ അസ്യൂം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ അനുസരിച്ച് 2 മോള് എ ബി എടുത്തപ്പോൾ 2 മോള് എ കിട്ടിയെങ്കിൽ എക്സ് എമൗണ്ട് റിയാക്ട് ചെയ്താൽ റൈറ്റ് സൈഡിൽ എക്സ് എമൗണ്ട് എ ഫോം ചെയ്യും. അതേപോലെ മറ്റൊരു കാര്യം നോക്കിക്കേ, ഈ ഇക്വിലിബ്രിയത്തിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ അനുസരിച്ച് 2 മോള് എ ബി റിയാക്ട് ചെയ്തപ്പോൾ 1 മോള് ബി ടു മാത്രമാണ് ഉണ്ടായത്. 2 മോള് എ ബി റിയാക്ട് ചെയ്തപ്പോൾ 2 മോള് ബി ടു നമുക്ക് കിട്ടിയില്ല. 2 മോള് റിയാക്ട് ചെയ്തപ്പോൾ 1 മോള് ബി ടു മാത്രമാണ് ഉണ്ടായത്. 2 എടുത്തപ്പോൾ 1 ആണ് ഉണ്ടായതെങ്കിൽ എക്സ് റിയാക്ട് ചെയ്താൽ എക്സിൻ്റെ പകുതിയേ ഉണ്ടാകൂ, x/2 ഇവിടെ ഉണ്ടാകൂ. ഓക്കെ, 2ന് 2 കിട്ടിയില്ല, 2ന് 1 കിട്ടിയത്. 2 മോള് റിയാക്ട് ചെയ്തപ്പോൾ 1 കിട്ടിയതെങ്കിൽ എക്സ് എമൗണ്ട് റിയാക്ട് ചെയ്തെങ്കിൽ അതിൻ്റെ പകുതി x/2 മാത്രമേ അവിടെ എത്തിച്ചേരൂ. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയത്തിലെ പ്രഷർ എന്ന് പറയുന്നത് റിമൈനിങ് കിടക്കുന്ന എ ബിയുടെ പ്രഷർ, അതായത് എ ബി കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് പോയിട്ടില്ലല്ലോ. കാരണം കുറച്ച് എമൗണ്ട് റിയാക്ട് ചെയ്തപ്പോൾ തന്നെ അത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു. അവിടെ നിന്ന് ആൾക്കാർ തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇനിഷ്യലി ഉണ്ടായിരുന്ന 500ൽ നിന്ന് എക്സ് മാത്രമാണ് റിയാക്ട് ചെയ്ത് പോയത്. റിമൈനിങ് 500 മൈനസ് എക്സ് പ്രഷർ അവിടെ ഉണ്ട്. ഓക്കെ, ഇനിഷ്യലി എ അവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ എ ഫോം ചെയ്തു, അതിൻ്റെ പ്രഷർ എക്സ്. ഇനിഷ്യലി ബി ടു അവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അത് ബി ടു ഫോം ചെയ്തു, അതവിടെ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ x/2. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയത്തിലെ ടോട്ടൽ പ്രഷർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ പ്രഷർ ബിക്കം 625 മില്ലിമീറ്റർ മെർക്കുറി വെൻ ഇക്വിലിബ്രിയം വാസ് അറ്റൈൻഡ് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ടോട്ടൽ പ്രഷർ 625 മില്ലിമീറ്റർ മെർക്കുറിയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് റിമൈനിങ് കിടക്കുന്ന എ ബിയും ഫോം ചെയ്ത എയും ഫോം ചെയ്ത ബി ടുവും എല്ലാവരും കൂടെ ചേർന്ന് നൽകുന്ന ടോട്ടൽ പ്രഷറാണ് 625 മില്ലിമീറ്റർ മെർക്കുറി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഴുതാൻ സാധിക്കും. ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിലെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് റിമൈനിങ് കിടക്കുന്ന എ ബിയുടെ പ്രഷർ അത് എത്രയുണ്ട്? 500 മൈനസ് എക്സ്. 500 മൈനസ് എക്സ്. നമുക്കൊരു കാര്യം ചെയ്യാവേ, നമുക്കിവിടെ ഇത് ചെയ്യാൻ എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് നമുക്ക് 500 മൈനസ് എക്സിന് പകരം നമുക്ക് 2x എന്ന് എടുത്തായിരുന്നെങ്കിൽ സൊല്യൂഷൻ പാർട്ട് കുറച്ചും കൂടെ എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അപ്പോൾ കാരണം ഇവിടെ 2 മോൾ ഉണ്ടല്ലോ, അങ്ങനെ എടുത്താൽ ഇനി ഇതെല്ലാം പെട്ടെന്ന് ക്യാൻസൽ ആയിപ്പോകും. നമുക്ക് അങ്ങനെ ചെയ്യാം, അതാണ് കുറച്ചും കൂടെ എളുപ്പം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ 2 എ ബി ഉണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ഇവിടെ 2x റിയാക്ട് ചെയ്തു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ട്. അപ്പോൾ ഇത് 2ന് 2 കിട്ടിയെങ്കിൽ 2xന് ഇവിടെയും നമുക്ക് 2x തന്നെ കൊടുക്കാം. ഇവിടെ 2ന് 1 കിട്ടിയതെങ്കിൽ 2x/2 അഥവാ എക്സ് എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ ഇങ്ങനെ ചെയ്യാനാണ് നമുക്ക് എളുപ്പമുള്ളത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കുന്നതാണ്, പെട്ടെന്ന് അതെല്ലാം ക്യാൻസൽ ആയിപ്പോക്കോളും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, 2 എ ബി റിയാക്ട് ചെയ്തപ്പോൾ 2a ഉണ്ടായി. ഇതിൻ്റെ അകത്ത് 2x എമൗണ്ട് റിയാക്ട് ചെയ്ത് പോയി എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ 2x ഇവിടുന്ന് റിയാക്ട് ചെയ്ത് പോകുമ്പോൾ അവിടെ 2x എത്തിച്ചേരും. അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് 2 എടുത്തു, അവിടെ 1 ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ 2x റിയാക്ട് ചെയ്ത് പോകുമ്പോൾ 2x/2 ദാറ്റ്സ് ഈക്വൽ ടു x എന്ന് നമുക്ക് എടുക്കാം. ഇതാണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് 500 മൈനസ് 2x വരുന്നുണ്ട്. റിമൈനിങ് കിടക്കുന്ന എ ബിയുടെ പ്രഷറാണ് കേട്ടോ 500 മൈനസ് 2x. ഇനി ഫോം ചെയ്ത എയുടെ പ്രഷർ വരുന്നത് എത്ര വരിക? 2x ഉണ്ട്. ഫോം ചെയ്ത എയുടെ പ്രഷർ 2x ഉണ്ട്. ഫോം ചെയ്യേണ്ട ബിയുടെ പ്രഷർ എത്രയുണ്ട്? ബിയുടെ പ്രഷർ x ഉണ്ട് അല്ലേ? അപ്പോൾ റിമൈനിങ് കിടക്കുന്ന എ ബിയുടെ പ്രഷർ നമ്മൾ 2x എമൗണ്ട് റിയാക്ട് ചെയ്ത് പോയതായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പോൾ 500 മൈനസ് 2x. ഇവിടുന്ന് 2x അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ 2x ഉണ്ടാകുന്നു. ഇവിടെ 2ന് 1 കിട്ടിയത്, അപ്പോൾ 2xന് x കിട്ടും. ഈ റിമൈനിങ് കിടക്കുന്ന എ ബിയും ഫോം ചെയ്ത എയും ഫോം ചെയ്ത ബിയും എല്ലാം കൂടെ ചേർന്ന് നൽകുന്ന ടോട്ടൽ പ്രഷറാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുക? 625 തന്നിരിക്കുന്നു. 625 മില്ലിമീറ്റർ മെർക്കുറി. അങ്ങനെയെങ്കിൽ നമുക്കത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കാമല്ലോ. വളരെ സിമ്പിളായിട്ട് എക്സ് കണ്ടുപിടിക്കാം. -2x + 2x ക്യാൻസൽ. അങ്ങനെയാണെങ്കിൽ എക്സ് നമ്മൾ ഇവിടെ നിർത്തുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 625. 500 നമ്മൾ അപ്പുറത്തേക്ക് മാറ്റുകയാണ്. -500 ദാറ്റ് ഈസ് ഈക്വൽ ടു 125. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ ഓരോരുത്തരുടെയും ഈക്വിലിബ്രിയത്തിലെ പ്രഷർ നമുക്ക് ഇവിടെ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കൃത്യമായ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ 500 മൈനസ് 2 ഇൻറ്റു എത്രയാണ് എക്സിൻ്റെ വാല്യൂ? 125. ഓക്കെ, 125. 2 ഇൻറ്റു 125.
അപ്പോൾ ഇത് നോക്കിയേ 500 മൈനസ് 250 500 മൈനസ് 250 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 കിട്ടും. ഇനി ഇത് 2 ഇൻറ്റു 125 2 ഇൻറ്റു 125 ദാറ്റ്സ് ഈക്വൽ ടു 250. ഇത് എത്രയാണ് എക്സ് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 125. അതങ്ങനെ തന്നെ 125. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തതിന് ശേഷമുള്ള ഓരോരുത്തരുടെയും പ്രഷർ നമുക്ക് ഇക്വിലിബ്രിയത്തിലെ പ്രഷർ കണ്ടുപിടിക്കാൻ സാധിച്ചു, കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചു. അങ്ങനെയെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്വിലിബ്രിയം കെ പിയുടെ വാല്യൂ ആണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ പിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത്. നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വിലിബ്രിയത്തിൻ്റെ കേസിൽ കെ പി എന്ന് എഴുതി നോക്കാം. കെ പി ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവരെല്ലാം ഗേഷ്യസ് ഫോമിലാണ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. സോ ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ അതിൻ്റെ സ്ക്വയർ വരും ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് B2 നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം, ഓൾ ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് എ ബിയുടെ സ്ക്വയർ വരും, പാർഷ്യൽ പ്രഷർ ഓഫ് എ ബിയുടെ സ്ക്വയർ വരും. ഓക്കെ, ഞാൻ വാല്യൂസ് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പാർഷ്യൽ പ്രഷർ ഓഫ് എ എത്ര കിട്ടിയിരിക്കുന്നത് 250 ആണ്, 250 അതിൻ്റെ സ്ക്വയർ വരും 250 സ്ക്വയർ ഇൻറ്റു 125 ഓൾ ഡിവൈഡഡ് ബൈ 250യുടെ സ്ക്വയർ വരും, 250യുടെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 250 സ്ക്വയർ നമുക്ക് ക്യാൻസൽ ചെയ്യാം. നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടുന്നത് 125. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4, 125. ക്ലിയർ ആണോ? അപ്പോൾ ഇത് നമ്മൾ ചെയ്ത റൂട്ട് ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കിക്കോളാം. ഇത്തരം ക്വസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഇക്വിലിബ്രിയം 2AB is in equilibrium with 2A plus B2 എന്നാണ്. ദ ഇനിഷ്യൽ പ്രഷർ ഓഫ് എ ബി വാസ് 500 മില്ലിമീറ്റർ മെർക്കുറി എന്ന ക്വസ്റ്റൻ തന്നിരിക്കുന്നു. ഇനിഷ്യലി ഉണ്ടായിരുന്ന പ്രഷർ എ ബിക്ക് മാത്രമാണ്, കാരണം ഇനിഷ്യലി എ ബി മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് 500. ഇത് 0 ആണ്, കാരണം ഇനിഷ്യലി പ്രോഡക്റ്റുകളില്ല. ഇനി ഇത് പ്രഷർ ബിക്കം 625 മില്ലിമീറ്റർ മെർക്കുറി വെൻ ഇക്വിലിബ്രിയം വാസ് അറ്റൈൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞുള്ള ടോട്ടൽ പ്രഷറാണ് 625. അപ്പോൾ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യണമെങ്കിൽ ഈ റിയാക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നേ പറ്റൂ. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കും. ഇനിഷ്യലി 500 ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് 2x റിയാക്ട് ചെയ്തതായിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ 500 മൈനസ് 2x ആണ് അവിടെ ഉണ്ടാവുക. കാരണം ഇവിടെ 2 മോൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ 2x എടുത്തത്. എക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു സ്റ്റെപ്പും കൂടെ അഡീഷണൽ വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2x എടുത്ത് ചെയ്യാം. അപ്പോൾ മൈനസ് 2x, ഇതിൻ്റെ അകത്ത് 2x അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. 2 മോൾ എ ബി എടുത്തപ്പോൾ 2 മോൾ എ കിട്ടിയത് കൊണ്ട് തന്നെ 2x റിയാക്ട് ചെയ്താൽ ഇവിടെ 2x എത്തിച്ചേരും. 2 മോൾ എ ബി എടുത്തപ്പോൾ 1 മോൾ B2 ആണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ 2x റിയാക്ട് ചെയ്താൽ അതിൻ്റെ പകുതി 2x/2 അഥവാ x എത്തിച്ചേരും. ഇവരെല്ലാവരും കൂടെ ചേർന്ന് നൽകുന്ന ടോട്ടൽ പ്രഷറാണ് 625 എന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ എക്സ് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 125 എന്ന് കിട്ടും. പിന്നെ ഇവിടെയുള്ള ഓരോന്നിൻ്റെ കേസിൽ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഈ വാല്യൂസ് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ജസ്റ്റ് സോൾവ് ചെയ്യുന്നു. ഓരോരുത്തരുടെയും ഇക്വിലിബ്രിയത്തിലെ പ്രഷർ നമുക്ക് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. ആ കിട്ടുന്ന പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കെ പിയുടെ ഇക്വേഷൻ എഴുതുന്നു. പാർഷ്യൽ പ്രഷർ ഓഫ് എയുടെ സ്ക്വയർ പാർഷ്യൽ പ്രഷർ ഓഫ് B2 ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് എ ബിയുടെ സ്ക്വയർ. അതിൻ്റെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തു. നമുക്ക് കിട്ടിക്കഴിയുന്നത് 125. ഓക്കെ, യെസ്, ഫുഡ് കഴിച്ചു. ഓക്കെ, ആൾക്കാരുണ്ടോ സാറേ? ഉണ്ടല്ലേ? ഓക്കെ, കമൻറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ആൻസർ ചെയ്താൽ അവന്മാർ കമൻറ്റ് ചെയ്തേ? 4 തന്നെ ആൻസർ ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾ ആൻസറൊക്കെ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്താ? ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ ചേഞ്ചസ് വെൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ കൂടെയാണ്. ഒന്ന് ആൻസർ ചെയ്തേ, പെട്ടെന്ന് ആൻസർ ചെയ്തേ. ഒന്നാമത്തെ തന്നിരിക്കുന്ന മോർ ഓഫ് ദ റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ഈസ് ആഡഡ് ടു ദ ഇക്വിലിബ്രിയം മിക്സർ. രണ്ടാമത്തേത് എ കാറ്റലിസ്റ്റ് ഈസ് ആഡഡ് ടു ദ ഇക്വിലിബ്രിയം മിക്സർ. മൂന്നാമത്തേത് ടെമ്പറേച്ചർ ഈസ് ചേഞ്ച്ഡ്. നാലാമത്തേത് ഓൾ ദീസ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെ മാത്രമാണ്? ഏതാണ് ഓപ്ഷൻ? ഏതാ സാറേ ആൻസർ വന്നേ? വരുന്നുള്ളൂ. ഓക്കെ, ഒന്ന് ചെയ്തോളൂ. എന്നിട്ട് ആൻസർ എത്ര കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞേ. ഏതാണ്? എത്ര തന്നേക്കുന്നത്? 4 ആണോ തന്നേക്കുന്നത്? ഓക്കെ, ഒന്നും കൂടെ ശ്രദ്ധിക്കണമല്ലോ. 4 കിട്ടിയ ആൾക്കാരൊക്കെ ഒന്നും കൂടെ ശ്രദ്ധിക്കണമല്ലോ. ഒരാൾ 3 ഉണ്ട്, കുറച്ച് പേര് 3 പറയുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 3 ആണ് കേട്ടോ. ഓപ്ഷൻ നമ്പർ 3 ആണ്. കാരണം കെ പിയുടെ വാല്യൂവും കെ സിയുടെ വാല്യൂവും ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെമ്പറേച്ചറിനെ മാത്രമാണ്. നമ്മുടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റെ വാല്യൂവിൽ ചേഞ്ചുകൾ വരില്ല. കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റെ വാല്യൂവിൽ ചേഞ്ച് വരില്ല. അതുപോലെ തന്നെ കാറ്റലിസ്റ്റിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും കാറ്റലിസ്റ്റിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു റിയാക്ഷൻ്റെ അകത്തേക്ക് നമ്മൾ കാറ്റലിസ്റ്റിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് ഡയറക്ഷൻ്റെ സ്പീഡ് എത്രമാത്രം അത് ഇൻക്രീസ് ചെയ്യുന്നോ അത്ര തന്നെ അത് ബാക്ക്വേർഡ് ഡയറക്ഷൻ്റെ സ്പീഡും ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ അത് ഫോർവേഡ് ഡയറക്ഷനിലേക്കോ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കോ കൂടുതലായിട്ട് ഷിഫ്റ്റ് ചെയ്യല ഇക്വിലിബ്രിയം അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റെ വാല്യൂവിനെ ചേഞ്ച് ചെയ്യിക്കാൻ പറ്റുന്നത് ആർക്ക് മാത്രമാണ്? ടെമ്പറേച്ചറിന് മാത്രമാണ്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റെ വാല്യൂവിൽ ചേഞ്ച് വരും.
ഓക്കെ, കോൺസെൻട്രേഷനോ പ്രഷറിനോ കാറ്റലിസ്റ്റിനോ ഒന്നും ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റെ വാല്യൂവിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യപ്പെടുന്നത് ടെമ്പറേച്ചറിൻ്റെ പ്രസൻസിൽ മാത്രമാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ചേഞ്ചസ് ഓൺലി വിത്ത് ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ ചേഞ്ച് ചെയ്യും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യപ്പെടും. നിങ്ങൾ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്താലോ പ്രഷർ ചേഞ്ച് ചെയ്താലോ കാറ്റലിസ്റ്റ് ആഡ് ചെയ്താലോ ഒന്നും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂവിൽ ചേഞ്ച് വരില്ല. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ ചേഞ്ച് ചെയ്യപ്പെടുന്ന ആരുടെ പ്രസൻസിൽ മാത്രമായിരിക്കും? ടെമ്പറേച്ചറിൻ്റെ പ്രസൻസിൽ മാത്രമായിരിക്കും. ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചോണം. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ്, PCl5 is in equilibrium with PCl3 plus Cl2, delta H greater than 0. Which of the following conditions will suppress the dissociation of PCl5? അതായത് നമുക്കൊരു ഇക്വിലിബ്രിയം തന്നിട്ടുണ്ട്. PCl5 ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് PCl3 പ്ലസ് Cl2. അവിടെ ഡെൽറ്റ എച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് തന്നിട്ടുണ്ട്. ഡെൽറ്റ എച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു എൻഡോതെർമിക് റിയാക്ഷനാണ്. അതായത് ഇതിൻ്റെ ഫോർവേഡ് ഡയറക്ഷൻ ഒരു എൻഡോതെർമിക് റിയാക്ഷനാണ്. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ പോസിറ്റീവ്, അതൊരു എൻഡോതെർമിക് റിയാക്ഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുക. എൻഡോതെർമിക് റിയാക്ഷൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ കൂടുതൽ ഫാസ്റ്റായിട്ട് സംഭവിക്കും. ഓക്കെ, എൻഡോതെർമിക് റിയാക്ഷൻ ഫേവർ ദ ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്കറിയാം ഇതൊരു എൻഡോതെർമിക് റിയാക്ഷനാണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതലായിട്ട് PCl3യും Cl2യും ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സപ്രസ് ദ ഡിസോസിയേഷൻ ഓഫ് PCl5 എന്നാണ്. അതായത് ഈ ഫോർവേഡ് ഡയറക്ഷനിലേക്കുള്ള റിയാക്ഷൻ നടക്കരുത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് റിയാക്ഷൻ കൂടുതലായിട്ട് സംഭവിക്കും. അങ്ങനെയെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിലേക്കുള്ള റിയാക്ഷൻ നടക്കാതിരിക്കുക. ദാറ്റ് മീൻസ് PCl5ൻ്റെ ഡീകമ്പോസിഷൻ സപ്രസ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യിക്കുക. അതിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ട കണ്ടീഷൻ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റിയാക്ഷൻ നടക്കാൻ ആവശ്യമായ കണ്ടീഷൻ ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ ഈ റിയാക്ഷൻ മുമ്പിലേക്ക് നടക്കാതിരിക്കാൻ ആവശ്യമായ കണ്ടീഷൻ ലോ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ലോ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ലോ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇതിൻ്റെ അകത്ത് കൂടുതൽ ആൾക്കാരും ആൻസർ ചെയ്തിരിക്കുന്ന ഓപ്ഷൻ നമ്പർ 3 ആണെന്ന് തോന്നുന്നു, 4 ആണെന്ന് തോന്നുന്നു അല്ലേ? ഓപ്ഷൻ നമ്പർ 4 കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ അകത്ത് അതൊരു വലിയ മിസ്റ്റേക്ക് ഉണ്ടായി. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയൊരു കാരണം എന്ന് പറയുന്നത് സപ്രസ് ദ ഡിസോസിയേഷൻ ഓഫ് PCl5 എന്നാണ് ക്വസ്റ്റിനകത്ത് വന്നിരിക്കുന്നത്. സപ്രസ് ദ ഡിസോസിയേഷൻ ഓഫ് PCl5. ഈ റിയാക്ഷൻ PCl5 ഡിസോസിയേറ്റ് ചെയ്യുന്നതാണ് ഡെൽറ്റ എച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ. ഡെൽറ്റ എച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് PCl5ൻ്റെ ഡിസോസിയേഷൻ വളരെ ഫാസ്റ്റായിട്ട് സംഭവിക്കും. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ PCl5 വളരെ ഫാസ്റ്റായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. പക്ഷേ ക്വസ്റ്റൻ ആവശ്യപ്പെട്ടത് ഡിസോസിയേറ്റ് ചെയ്യരുതെന്നാണ്. അപ്പോൾ PCl5ൻ്റെ ഡിസോസിയേഷൻ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൊടുക്കരുത്, ലോ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യണം. ലോ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോർവേഡ് റിയാക്ഷൻ സപ്രസ് ചെയ്യപ്പെടും. അഥവാ PCl5ൻ്റെ ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ സപ്രസ് ചെയ്യപ്പെടും. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ വേണ്ടത് ലോ ടെമ്പറേച്ചറാണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ ലേഷാർലെ പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ലേഷാർലെ പ്രിൻസിപ്പിളിൽ നമ്മളോട് പറയുന്ന ഒരു കീ ഐഡിയ എന്ന് പറയുന്നത് ഒരു ഇക്വിലിബ്രിയം എല്ലായ്പ്പോഴും ഇക്വിലിബ്രിയത്തിലായിരിക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണ്. നമ്മളായിട്ട് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ചേഞ്ച് വരുത്താൻ ശ്രമിച്ചാൽ ആ ചേഞ്ചിനെ ഇല്ലെന്നാക്കി മാറ്റി പഴയ ഇക്വിലിബ്രിയത്തിൽ തന്നെ ആ ഇക്വിലിബ്രിയം തുടരും. അതാണല്ലോ ലേഷാർലെ പ്രിൻസിപ്പിൾ നമ്മളോട് പറയുക. ഒരു ഇക്വിലിബ്രിയം ഓൾവേസ് ഇക്വിലിബ്രിയത്തിൽ തന്നെ ആയിരിക്കാനാണ് ആഗ്രഹിക്കുക. നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയോ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയോ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചേഞ്ചുകൾ വരുത്തിയാൽ ആ ചേഞ്ചിനെ ഇക്വിലിബ്രിയം തന്നെ ഇല്ലെന്നാക്കി മാറ്റി പഴയ ഇക്വിലിബ്രിയത്തിൽ തന്നെ തുടരാൻ അത് ആഗ്രഹിക്കുന്നു. ഈ ഒരു ഐഡിയയാണ് നമ്മുടെ ലേഷാർലെ പ്രിൻസിപ്പിൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ ഇക്വിലിബ്രിയത്തിൻ്റെ പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ഇക്വിലിബ്രിയം ട്രൈ ചെയ്യുന്നത് പ്രഷർ കുറയ്ക്കാനാണ്. നമ്മൾ എന്ത് ചേഞ്ച് വരുത്തുന്നോ ആ ചേഞ്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചേഞ്ചാണ് ഇക്വിലിബ്രിയം വരുത്താൻ ആഗ്രഹിക്കുക. നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ഇക്വിലിബ്രിയം എന്തിനെ ട്രൈ ചെയ്യും? പ്രഷർ കുറയ്ക്കാൻ ട്രൈ ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ചേഞ്ചിനെ ഇല്ലെന്നാക്കി മാറ്റാനാണ് ഇക്വിലിബ്രിയം ശ്രമിക്കുക. നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ഇക്വിലിബ്രിയം പ്രഷർ ഡിക്രീസ് ചെയ്യാൻ ട്രൈ ചെയ്യും. പ്രഷർ ഡിക്രീസ് ചെയ്യാനുള്ള മാർഗം എന്താ? പ്രഷർ ഡിക്രീസ് ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾ ഡിക്രീസ് ചെയ്യുക എന്നുള്ളതാണ്.
ഓക്കെ, പ്രഷർ ഡിക്രീസ് ചെയ്യാനുള്ള മാർഗം നമ്പർ ഓഫ് മോൾ ഡിക്രീസ് ചെയ്യുക. നിങ്ങൾ ഇരിക്കുന്ന റൂമിലേക്ക് ഒരു 100 ആളെ നിങ്ങൾ പ്രവേശിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന പ്രഷർ വളരെയധികം കൂടും. ആ റൂമിൽ നിന്ന് പകുതി മുക്കാൽ ആൾക്കാരെ അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് മറ്റൊരു റൂമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ റൂമിൽ ഈ ബാക്കി ഇരിക്കുന്ന ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന പ്രഷർ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് മോൾ കൂടുതലാണെങ്കിൽ പ്രഷർ കൂടുതലായിരിക്കും, നമ്പർ ഓഫ് മോൾ കുറവാണെങ്കിൽ പ്രഷർ കുറവായിരിക്കും. ഈ ഒരു ഇക്വിലിബ്രിയത്തിനെ സംബന്ധിച്ച് നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ഇക്വിലിബ്രിയം പ്രഷർ കുറയ്ക്കാൻ ശ്രമിക്കും. പ്രഷർ കുറയാനുള്ള മാർഗം എന്താ? നമ്പർ ഓഫ് മോൾ കുറയുക. ഇവിടെ പ്രോഡക്റ്റിൻ്റെ സൈഡിൽ ടോട്ടൽ 2 മോൾ ഉണ്ട്. 1 മോൾ PCl3ഉം 1 മോൾ Cl2ഉം. അതേസമയം റിയാക്റ്റിൻ്റെ സൈഡിൽ 1 മോൾ PCl5 ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഹൈ പ്രഷർ അപ്ലൈ ചെയ്താൽ ഇക്വിലിബ്രിയം എന്തിനാണ് ട്രൈ ചെയ്യുക? പ്രഷർ കുറയ്ക്കാൻ ട്രൈ ചെയ്യും. പ്രഷർ കുറയ്ക്കാനുള്ള മാർഗം എന്താ? നമ്പർ ഓഫ് മോൾ കുറയ്ക്കുക. നമ്പർ ഓഫ് മോൾ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിലേക്കാണോ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കാണോ സംഭവിക്കേണ്ടത്? ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് സംഭവിക്കും. ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ PCl5ൻ്റെ ഡിസോസിയേഷൻ സപ്രസ് ചെയ്യപ്പെടും. ഫോർവേഡ് ഡയറക്ഷനാണ് PCl5ൻ്റെ ഡിസോസിയേഷൻ. ബാക്ക്വേർഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് PCl5ൻ്റെ ഡിസോസിയേഷൻ സപ്രസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ നോക്കുക, ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ലോ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുക. ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീകമ്പോസിഷൻ പെട്ടെന്ന് സംഭവിക്കും. ലോ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡീകമ്പോസിഷൻ നടക്കില്ല, അത് സപ്രസ് ചെയ്യപ്പെടും. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുക. ഹൈ പ്രഷർ അപ്ലൈ ചെയ്താൽ ഇക്വിലിബ്രിയം പ്രഷർ കുറയ്ക്കാൻ ശ്രമിക്കും. പ്രഷർ കുറയ്ക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾ കുറവുള്ള ഡയറക്ഷനിലേക്ക് റിയാക്ഷൻ സംഭവിക്കണം. ഈ സൈഡിലേക്കാണെങ്കിൽ 1 + 1 2 മോൾ ഉണ്ട്, ഈ സൈഡിലേക്കാണെങ്കിൽ 1 മോളേ ഉള്ളൂ. അപ്പോൾ റിയാക്ഷൻ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ PCl5ൻ്റെ ഡിസോസിയേഷൻ സപ്രസ് ചെയ്യപ്പെടും. സോ PCl5ൻ്റെ ഡിസോസിയേഷൻ സപ്രസ് ചെയ്യാൻ വേണ്ട കീ കണ്ടീഷൻസ് ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. മനസ്സിലായോ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ആ ലോജിക്ക് മനസ്സിലാക്കിയാൽ മതി. ഈ തന്നിരിക്കുന്നതെന്ന് പറയുന്നത് PCl5ൻ്റെ ഡിസോസിയേഷൻ അല്ല, PCl5ൻ്റെ ഡിസോസിയേഷൻ ആണ് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത് സപ്രസ് ദ ഡിസോസിയേഷൻ ഓഫ് PCl5 ആണ്. അതാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കാതെ പോയി. PCl5ൻ്റെ ഡിസോസിയേഷൻ സപ്രസ് ചെയ്യാനുള്ള കണ്ടീഷനാണ് കൊടുക്കാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത്. ഇത് PCl5 ഡിസോസിയേറ്റ് ചെയ്യുന്നതാണ്, അത് എൻഡോതെർമിക്കാണ്. PCl5 ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് കൂടുതൽ ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ഡിസോസിയേറ്റ് ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ കുറയ്ക്കണം, ലോ ടെമ്പറേച്ചർ കൊടുക്കണം. ഇനി പ്രഷറിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ പ്രഷർ കൂട്ടിയാൽ പ്രഷർ കുറയ്ക്കാൻ ശ്രമിക്കും. പ്രഷർ കുറയാനുള്ള മാർഗ്ഗം നമ്പർ ഓഫ് മോൾ കുറയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രഷർ അങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾ കുറയ്ക്കാൻ ശ്രമിക്കും. നമ്പർ ഓഫ് മോൾ കുറയണമെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് റിയാക്ഷൻ സംഭവിക്കണം. ബാക്ക്വേർഡ് ഡയറക്ഷനാണ് ഇതിൻ്റെ സപ്രസ് ദ ഡിസോസിയേഷൻ ഓഫ് PCl5. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം അല്ലേ? ഏതാ ഒരാളാണോ അല്ലേ ശരിയാക്കിയത്? ജുമി. ഓക്കെ ജുമി, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ എന്തായാലും ഇനി ശ്രദ്ധിക്കണം കേട്ടോ, ഇത് തെറ്റിപ്പോകാൻ ശ്രദ്ധിക്കണം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റനാണ്. ഇത്തരം ക്വസ്റ്റൻസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതൊന്നും വലിയൊരു ടഫ് ക്വസ്റ്റൻ ഒന്നുമല്ല. നിങ്ങൾ ആ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് തെറ്റിപ്പോയതിൻ്റെ കാരണം എനിക്കറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ സപ്രസ് ദ ഡിസോസിയേഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകില്ല. PCl5ൻ്റെ ഡിസോസിയേഷൻ സപ്രസ് ചെയ്യാനുള്ള കണ്ടീഷനാണ് ഈ ക്വസ്റ്റൻ നമ്മളോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോയത്. സാരമില്ല. അപ്പോൾ ക്വസ്റ്റൻ വായിക്കുമ്പോൾ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് ക്വസ്റ്റൻ വായിക്കുന്ന കാര്യം ഇനി മുതൽ ഓർക്കുക കേട്ടോ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്നാണ് ചോദിക്കുക. ഇപ്പോൾ ഈ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ആസിഡ് ബേസ് കൺസെപ്റ്റുകളെ പറ്റി ഒരു ബേസിക് ഐഡിയ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. മെയിനായിട്ടും ആസിഡ് ബേസ് കൺസെപ്റ്റുകൾ നമുക്ക് 3 ഡിഫറെൻറ്റ് കൺസെപ്റ്റുകളുണ്ട്. ഒന്നാമത്തേത് ഒരു അരേനിയസിൻ്റെ കൺസെപ്റ്റ് ഉണ്ട്, പിന്നെ നമുക്കൊരു ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലൂവീസിൻ്റെ കൺസെപ്റ്റ് ഉണ്ട്. ഈ 3 കൺസെപ്റ്റുകളും സ്റ്റിൽ വാലിഡ് തന്നെയാണ്. അതായത് ഈ 3 കൺസെപ്റ്റിനെ ഹെൽപ്പോട് കൂടി മാത്രമാണ് നമുക്ക് എല്ലാ ആസിഡിനെയും ബേസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. അരേനിയസിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മളോട് പറയുന്നത് H+ ഡൊണേറ്റ്സ്, അക്വസ് മീഡിയത്തിലേക്ക് H+നെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെ നമുക്ക് ആസിഡ് എന്ന് വിളിക്കാം. അരേനിയസ് പറയുന്നു അക്വസ് മീഡിയത്തിലേക്ക് OH- റിലീസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെ നമുക്ക് ബേസ് എന്ന് വിളിക്കാം. അപ്പോൾ H+നെ അക്വസ് മീഡിയത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ ആസിഡും OH- അക്വസ് മീഡിയത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെ നമുക്ക് ബേസ് എന്നും വിളിക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തേത് ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റാണ്. അദ്ദേഹം നമ്മളോട് പറയുന്നത് H+ ഡൊണേറ്റ്സ് ആർ ആസിഡ് ആൻഡ് H+ അക്സെപ്റ്റേഴ്സ് ആർ ബേസസ്. അദ്ദേഹം ഈ OH- ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. അദ്ദേഹം നമ്മളോട് പറയുന്നു H+ ഡൊണേറ്റ്സ് ആർ ആസിഡ് ആൻഡ് H+ അക്സെപ്റ്റേഴ്സ് ആർ ബേസസ്. H+നെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ ആസിഡും H+നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ ബേസുമാണ്.
ഈ ഒരു കൺസെപ്റ്റിൻ്റെ കൂടെയാണ് ഈ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഓക്കെ, കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. എന്താണ് ഈ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ? ഒരു കാര്യം ഓർക്കുക, ആസിഡിൻ്റെ കോൺജുഗേറ്റ് പെയർ എല്ലായ്പ്പോഴും ബേസ് ആയിരിക്കും, ബേസിൻ്റെ കോൺജുഗേറ്റ് പെയർ എല്ലായ്പ്പോഴും ആസിഡും ആയിരിക്കും. അവർ തമ്മിൽ 1H+ൻ്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, ഒരു ആസിഡിൻ്റെ കോൺജുഗേറ്റ് പെയറായ ബേസുമായിട്ട് അതിനുണ്ടാകേണ്ട ഡിഫറൻസ് 1H+ൻ്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ആസിഡ് ബേസ് കോൺജുഗേറ്റ് പെയർസ് ആർ ഡിഫർ ബൈ ഓൺലി 1H+. ഒറ്റ H+ൻ്റെ ഡിഫറൻസ് മാത്രമുള്ള ആൾക്കാരെയാണ് നമുക്ക് കോൺജുഗേറ്റ് പെയർ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുക. ഓക്കെ, ആസിഡ് ആരാണ്? H+ ഡോണറും, ബേസ് ആരാണ്? H+ അക്സെപ്റ്ററാണ്. അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ? ഓൺലി 1H+ൻ്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു കൺസെപ്റ്റ് വരുന്നത് നമ്മുടെ ലൂവിസിൻ്റെ കൺസെപ്റ്റാണ്. ലൂവിസിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആർ ലൂവിസ് ആസിഡ് ആൻഡ് ഇലക്ട്രോൺ പെയർ ഡോണേറ്റ്സ് ആർ ലൂവിസ് ബേസ്. ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ ലൂവിസ് ആസിഡും ഇലക്ട്രോൺ പെയർ ഡോണേറ്റ്സ് ആർ ലൂവിസ് ബേസുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ഈ ക്വസ്റ്റിൻ്റെ അകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്നാണ്. ഇതിൻ്റെ അകത്ത് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ അല്ലാത്ത ആളെ കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടത്. കോൺജുഗേറ്റ് പെയർ ആകാനുള്ള കണ്ടീഷൻ എന്താണ്? ഓൺലി 1H+ൻ്റെ ഡിഫറൻസ് ആണ്. മജോറിറ്റി ആൾക്കാർ കൃത്യമായിട്ട് ആൻസർ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാം കിട്ടിയിരിക്കുന്ന ഓപ്ഷൻ നമ്പർ 4 ആണ് അല്ലേ? ഓക്കെ, ഓപ്ഷൻ നമ്പർ 4 എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ അതിൻ്റെ റീസൺ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, NH3 NH2-, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തിൻ്റെ ഡിഫറൻസാണ്? ഒറ്റ H+ൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. NH3-കകത്തുനിന്ന് ഒരു H+ പോയാൽ അത് NH2- ആകും. NH2- ഒരു H+നെ മേടിച്ചാൽ അത് NH3 ആക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഒരു H+ൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ദേ ആർ കോൺജുഗേറ്റ് പെയർ. ഓക്കെ, ഇനി രണ്ടാമത്തെ C6H5NH3 C6H5NH2. C6H5NH3+ൻ്റെ അകത്തുനിന്ന് ഒരു H+ പോയാൽ C6H5NH2 ആകും. കാരണം H+ പോയി, ബാക്കിയുള്ളത് C6H5NH2. അതേപോലെ തന്നെ C6H5NH2 ഒരു H+നെ കൂടെ മേടിച്ചാൽ C6H5NH2 ഉണ്ടായിരുന്നുള്ളൂ. ഒരു H+ കൂടെ മേടിക്കുമ്പോൾ അത് NH3+ ആയിട്ട് മാറും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസും ഒരു H+ൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ദേ ആർ ഓൾസോ ദ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, H3O+ഉം H2O. H3O+ ഒരു H+നെ കളഞ്ഞാൽ അത് H2O ആകും. H3 ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു H+ പോയാൽ H2O ആകും. H2O ഒരു H+നെ മേടിച്ചാൽ H3O+ ആകും. H+നെ അല്ലേ മേടിക്കുക, അപ്പോൾ H3+ വരില്ലേ, H3O+ വരും. ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസും ഓൺലി 1H+ൻ്റെ ഡിഫറൻസ് ആണ്. ദേ ആർ ഓൾസോ ദ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ഓക്കെ, ഇനി ഇത് H2CO3 ആൻഡ് CO3-. H2CO3 ഒരു H+നെ കളഞ്ഞാൽ HCO3- ആണ് കിട്ടുക. ഓക്കെ, H2CO3 ഒരു H+നെ കളഞ്ഞാൽ HCO3- ആണ് കിട്ടുക. അതുപോലെ തന്നെ CO3-, ഒരു H+നെ മേടിച്ചാൽ HCO3- ആണ് കിട്ടുക. ഇവിടെ ആക്ച്വലി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2H+ൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇവിടുന്ന് 2H+ പുറത്തേക്ക് പോയെങ്കിൽ മാത്രമേ അത് CO3-, ആവുകയുള്ളൂ. 2H+ൻ്റെ ഡിഫറൻസ് ഉള്ള ആൾക്കാരെ നമുക്ക് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇവർ തമ്മിൽ H2CO3-യും CO3-, തമ്മിൽ 2H+ൻ്റെ ഡിഫറൻസ് ഉണ്ട്. സോ ദേ ആർ നോട്ട് എ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്നാണ്. അപ്പോൾ ഒരു H+ൻ്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അവിടെ 2H+ൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. മജോറിറ്റി ആൾക്കാർ അത് ശരിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ആസിഡ് ബേസ് കൺസെപ്റ്റ് നമ്മുടെ ഈ ഇക്വിലിബ്രിയം ചാപ്റ്ററിൻ്റെ അയോണിക് ഇക്വിലിബ്രിയത്തിൻ്റെ അകത്ത് ആദ്യത്തെ ഏരിയാസിൽ നമുക്ക് ഈ ആസിഡ് ബേസ് കൺസെപ്റ്റുകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ലൂവിസിൻ്റെ കൺസെപ്റ്റ് ഉണ്ട്, അതുപോലെ അരീൻസിൻ്റെ കൺസെപ്റ്റ്, ലൗറി ബ്രോൺസൺ കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റുകൾ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾക്ക് അറിയാം. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം അതിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തത് എന്താ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലൂറോ കോമ്പൗണ്ട് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ബിഹേവ് എസ് എ ലൂവിസ് ബേസ്? നോക്കിക്കേ, ആസിഡ് ബേസ് കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ തന്നിരിക്കുന്നതിൽ ആരാണ് എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലൂറോ കോമ്പൗണ്ട്സ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ബിഹേവ് എസ് എ ലൂവിസ് ബേസ്? തന്നിരിക്കുന്നതിൽ ആരാണ് ലൂവിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുക? ഒന്ന് പെട്ടെന്ന് ആൻസർ ചെയ്തേ. വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്ന കേസ് മാത്രമേ ഉള്ളൂ. ഇതെന്താ? ഏതാണ് എൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ നമ്പർ 1 BF3 ഉണ്ട്, മറ്റൊന്ന് SiF4 ഉണ്ട്, മറ്റൊന്ന് CF4 ഉണ്ട്, മറ്റൊന്ന് PF3 ഉണ്ട്. ഏതാണ് ആൻസർ? ഒന്ന് ചെയ്തേ.
ഇതിൽ ആരാണ് ലൂയിസ് ബേസ്? അപ്പോൾ ലൂയിസ് ആസിഡ് ലൂയിസ് ബേസ് കൺസെപ്റ്റ് ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ ഇപ്പം തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റൻ്റെ കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ലൂയിസ് ആസിഡ്? ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ പെയർ അക്സെപ്റ്ററുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂയിസ് ആസിഡ് എന്ന് പറയാം. ഇലക്ട്രോൺ പെയർ ഡോണേറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂയിസ് ബേസ് എന്ന് പറയാം. ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ ലൂയിസ് ആസിഡും ഇലക്ട്രോൺ പെയർ ഡോണേറ്റ്സ് നമ്മൾ ലൂയിസ് ബേസ് എന്നാണ് വിളിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ആരാണ് ലൂയിസ് ബേസ്? ഓപ്ഷൻ നമ്പർ 1 നോ, ഓപ്ഷൻ നമ്പർ 1 അല്ല, ഓപ്ഷൻ നമ്പർ 4 ആണ്. ഓപ്ഷൻ നമ്പർ 4 എത്ര പേര് ചെയ്തിട്ടുണ്ട് സാറേ? 3 പേര് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ നമ്പർ 1 2 പേര് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന കേസുള്ളൂ കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിക്കോണേ. ഇവിടെ നോക്കാം. നമുക്ക് ആദ്യത്തേത് BF3 നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. BF3യുടെ സെൻട്രൽ ആറ്റം ബോറോൺ അല്ലേ? ബോറോണിൻ്റെ വാലൻസ് ഓർബിറ്റലിൽ 3 ഇലക്ട്രോൺസ് ആണുള്ളത്. വാലൻസ് ഇലക്ട്രോൺസ് 3 ആണ്. ഇതിൽ ഫ്ലൂറിൻ ആറ്റമാണ് ഇലക്ട്രോണെ ഷെയർ ചെയ്തുകൊണ്ട് കോവലൻ്റ് ബോണ്ട് ഇവിടെ ഫോം ചെയ്തത്. ഇവിടെ ഫ്ലൂറിൻ ആറ്റം ഇലക്ട്രോണെ ഷെയർ ചെയ്തുകൊണ്ട് ഇവർക്ക് ഇൻ ബിറ്റ്വീൻ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു BF3. നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇവിടെ ഫ്ലൂറിന് ചുറ്റിലും ഇപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺസാണ് വന്നിരിക്കുക? 2, 4, 6. നിലവിൽ അത് സ്റ്റേബിൾ അല്ല. അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ അത് സ്റ്റേബിൾ ആയി മാറൂ. നിലവിൽ അത് സ്റ്റേബിൾ അല്ല. ഇത് സ്റ്റേബിൾ ആകണമെങ്കിൽ 8 ഇലക്ട്രോൺ ഉണ്ടാകണം. 8 ഇലക്ട്രോൺ വരണമെങ്കിൽ 2 ഇലക്ട്രോണും കൂടെ ഇതിന് കിട്ടിയേ പറ്റൂ. തീർച്ചയായിട്ടും ഇത് ഒരു പെയർ ഓഫ് ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നയാളാണ്. ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ ലൂയിസ് ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്, ഒക്ടറ്റ് കംപ്ലീറ്റഡ് അല്ല. ഒക്ടറ്റ് കംപ്ലീറ്റഡ് ആണെങ്കിൽ 8 ഇലക്ട്രോൺ ബോറോണ് ചുറ്റിലും വേണമായിരുന്നു. ഇപ്പോൾ 1, 2, 3, 4, 5, 6 ഉള്ളൂ. ഫ്ലൂറിൻ 3 പേരും കൂടെ ഷെയർ ചെയ്തപ്പോൾ ടോട്ടൽ 6 ഉള്ളൂ. അപ്പോൾ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ അഥവാ 2 ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. 2 ഇലക്ട്രോണും കൂടെ കിട്ടിയെങ്കിൽ മാത്രമേ അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആകൂ, അത് സ്റ്റേബിൾ ആകൂ. അതുകൊണ്ട് തന്നെ ഒരു പെയർ ഓഫ് ഇലക്ട്രോണെ മേടിക്കാൻ അത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതൊരിക്കലും ഒരു പെയർ ഓഫ് ഇലക്ട്രോണെ ഇനി അതിന് കൊടുക്കാൻ അതിൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഇതൊരിക്കലും ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യില്ല. അടുത്ത SiF4 നോക്കാം. ഇവിടുത്തെ സെൻട്രൽ ആറ്റം സിലിക്കൺ ആണ്. സിലിക്കൺ എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ സെയിം ഫാമിലിയാണ്. അതിനകത്ത് വാലൻസ് ഇലക്ട്രോൺ വരുന്നത് 4 ആണ്. അത് നമുക്കറിയാം. 1, 2, 3, 4. 4 ഫ്ലൂറിൻ ആറ്റം ഓരോ ഇലക്ട്രോൺസ് വീതം ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് SF4 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്തത്. ഇവിടെ നോക്കിയാൽ കാണാം, ഇപ്പം നിലവിൽ SiF4 കേട്ടോ. SiF4-നകത്തെ സിലിക്കണിൻ്റെ ചുറ്റിലും ഇപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കിക്കേ. ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഇപ്പോൾ സിലിക്കണിൻ്റെ ചുറ്റിലും ഉണ്ടെന്ന് നോക്കിക്കേ. ഇത് 2, ഇത് 4, ഇത് 6, ഇത് 8. അപ്പോൾ ഈ നിലവിൽ ഇതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റഡ് ആണ്. ഇനിയും ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഫ്രീ ആയിട്ടുള്ള ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ ആ ഒരു പെയർ ഓഫ് ഇലക്ട്രോണെ അങ്ങോട്ടേക്ക് ഡൊണേറ്റ് ചെയ്തുകൊണ്ട് അതിന് ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ എവിടെയും ആരിലും ഫ്രീ ആയിട്ട് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഇനി നമുക്ക് എടുക്കാനില്ല. ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ അവിടെ ഇല്ല. ഓക്കെ, ഇതേപോലെ തന്നെ CF4 നോക്കാം. കാർബൺ ഉണ്ട്. കാർബണിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് 4 ആണ്. ഇവിടെയും ഫ്ലൂറിൻ ആറ്റം 4 പേര്. ഇവിടെ നമുക്കറിയാം ടോട്ടലി കാർബണിൻ്റെ ചുറ്റിൽ ഇപ്പം നിലവിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കിക്കേ. 8 ഇലക്ട്രോൺ ആണ്. ഇത് 2, ഇത് 4, ഇത് 6, ഇത് 8. ഒക്ടറ്റ് കംപ്ലീറ്റഡ് ആണ്. ഇനിയും ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ടുള്ള പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട് ഇലക്ട്രോൺ പെയർ ഡോണർ ആയിരിക്കില്ല. ഇതൊരിക്കലും ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നില്ല. ഇനി ലാസ്റ്റ് കിടക്കുന്ന PF3യിലേക്ക് നോക്കുകയാണെങ്കിൽ ഫോസ്ഫറസിനെ സംബന്ധിച്ച് അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് 5 ആണ്. 1, 2, 3, 4, 5. ഇവിടെ ഫ്ലൂറിൻ ആറ്റം ഇലക്ട്രോണെ ഷെയർ ചെയ്തു. ഇങ്ങനെ ഫ്ലൂറിൻ ആറ്റം ഇലക്ട്രോണെ ഷെയർ ചെയ്തുകൊണ്ട് ബോണ്ട് ഫോം ചെയ്തു. ഇനി നിങ്ങൾ നോക്കിക്കേ, ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ അവിടെ ഫ്രീ ആയിട്ട് നിൽപ്പുണ്ട്. ആ ഒരു പെയർ ഓഫ് ഇലക്ട്രോണെ വേണമെങ്കിൽ മറ്റൊരാളിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ അത് റെഡിയാണ്. ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂയിസ് ബേസ് എന്ന് പറയുക. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 4 പേരിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ളത് ആർക്ക് മാത്രമാണ്? PF3ക്ക് മാത്രമാണ്. സോ ഇവിടെ ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് PF3 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. സംഭവം പിടികിട്ടിയോ? അതും കുറച്ച് ആൾക്കാരൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ദാറ്റ്സ് വെരി ഗുഡ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ബേസിക് ധാരണ ഉണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. ആസിഡ് ബേസ് കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയറുകളിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കൺസെപ്റ്റ് ഒന്നും അല്ലല്ലോ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ ഇത്തരം ആസിഡ് ബേസ്. ആരാണ് ആസിഡ് ലൂയിസ് ബേസ് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ലൂയിസ് ആസിഡ് എന്നും ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ലൂയിസ് ബേസ് എന്നുമാണ്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ്, ഓക്കെ, ബോറിക് ആസിഡ് H3BO3 ഈസ് എ, അത് ലൂയിസ് ആസിഡ് ആണോ, അറേനിയസ് ആസിഡ് ആണോ, ബ്രോൺസ്റ്റഡ് ആസിഡ് ആണോ, ഓൾ ഓഫ് ദിസ് ആണോ? ഒന്ന് ആൻസർ ചെയ്തേ. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ P ബ്ലോക്ക് ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഈ പറയുന്ന ഓർത്തോബോറിക് ആസിഡ് ഏത് കാറ്റഗറിയിൽ വരുന്ന ആസിഡാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്.
ഓർത്തോബോറിക് ആസിഡ് അഥവാ ബോറിക് ആസിഡ് എന്ത് ആസിഡാണ്? ലൂയിസ് ആസിഡാണോ, ബ്രോൺസ്റ്റഡ് ആസിഡാണോ, അതുപോലെ തന്നെ അറേനിയസ് ആസിഡാണോ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചേരുന്നതാണോ എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന, നമ്മുടെ സിലബസിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ബോറിക് ആസിഡ് ഏത് കാറ്റഗറിയിൽ വരും? ഏതാണ് ആൻസർ? ഒന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. ബോറിക് ആസിഡ് എന്ത് ആസിഡാണ് ബോറിക് ആസിഡ്? ഒന്ന് പറഞ്ഞിട്ടുണ്ട്. എലിസബത്ത് ഓപ്ഷൻ നമ്പർ 1 പറഞ്ഞിരിക്കുന്നു. ഇനി വേറെ ആരെങ്കിലും? ഓക്കെ. കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണെന്ന് തോന്നുന്നല്ലോ. 2 പറയുന്നുണ്ടോ? ഓക്കെ. നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഒരുമിച്ച് പഠിച്ച് പോകാം. അപ്പോൾ എന്തായാലും ശരി, ഇതിൻ്റെ അകത്ത് ആൻസർ വരുന്നത് ലൂയിസ് ആസിഡാണ്. ഇതൊരു ലൂയിസ് ആസിഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു കേസാണ്. ബോറിക് ആസിഡ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ P ബ്ലോക്കിലൊക്കെ കിടപ്പുണ്ട്. 4 വരില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ലൂയിസ് ആസിഡേ വരുള്ളേ. ഇത് ലൂയിസ് ആസിഡാണ് കറക്റ്റ് ആൻസർ വരുന്നത്. H3BO3 ഇസ് എ ലൂയിസ് ആസിഡാണ്. ഇതൊരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ സ്പീഷീസ് ആണ്. ഇതിന് ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ, ദാറ്റ്സ് എ ലൂയിസ് ആസിഡ് ആണ്. ഇതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിടപ്പുണ്ട്, ബോറിക് ആസിഡ് ഈസ് എ ലൂയിസ് ആസിഡ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ സിലബസിലുള്ളതാണ്. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളത് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റൻ ഇവിടെ ഉൾപ്പെടുത്തിയത്. ഓക്കെ, ബോറിക് ആസിഡ് ഈസ് എ ലൂയിസ് ആസിഡ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റൻ എന്താ? ഇഫ് എ certain weak acid is only 1% ionized in its decimolar aqueous solution at 298 Kelvin, the pKa of the acid at 298 Kelvin is എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത് pKa ആണ്. അപ്പോൾ എന്നാ ഈ pKa എന്നൊക്കെ പറഞ്ഞാൽ? ആക്ച്വലി KA എന്താണ്, KB എന്താണ് എന്നൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മുടെ അയോണിക് ഇക്വിലിബ്രിയത്തിൻ്റെ ആദ്യത്തെ പോർഷനിൽ നമ്മൾ പരിചയപ്പെടുന്ന 2 ആൾക്കാരാണ്. ഒന്ന് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വീക്ക് ആസിഡ് KAയും മറ്റൊന്ന് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വീക്ക് ബേസ് KBയും. ഓക്കെ, അതായത് അതിനെപ്പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ നമുക്ക് വേണം. അത് ജസ്റ്റ് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മൾ വീക്ക് ആസിഡുകളെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ എന്ന് പറയുന്നത് HA എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ടാണ് വീക്ക് ആസിഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഈ വീക്ക് ആസിഡുകൾ നമ്മൾ വാട്ടറിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തീർച്ചയായിട്ടും ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. കംപ്ലീറ്റ് ഡിസോസിയേഷൻ സംഭവിക്കില്ല. സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യും. വീക്ക് ആസിഡ് ആണെങ്കിൽ അവർ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. അവർ കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആസിഡ് ആയതുകൊണ്ട് തന്നെ അത് H+ റിലീസ് ചെയ്യും. പിന്നെ റിമൈനിങ് ഉള്ളത് A- ആണ്. ഇവിടുന്ന് റിലീസ് ചെയ്യപ്പെട്ട H+ ഈ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് H+ഉം H2യും കൂടെ ചേർന്നിട്ട് H3O+ ആയിട്ട് മാറും. അപ്പോൾ HA+H2 ഇസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് A- H3O+. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന വീക്ക് ആസിഡ് അറ്റൈൻ ചെയ്ത ഈ ഇക്വിലിബ്രിയത്തിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, ദാറ്റ്സ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വീക്ക് ആസിഡ് KA എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടും. ഓക്കെ, ഈ വീക്ക് ആസിഡ് അറ്റൈൻ ചെയ്യുന്ന ഇക്വിലിബ്രിയത്തിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, ആക്ച്വലി ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് തന്നെ അതിനെ വിളിക്കുന്ന ഒരു പേരാണ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വീക്ക് ആസിഡ്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിളാണ് KA. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ KA നമ്മൾ എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A- ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H3O+, all divided by concentration of HA ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ആണ് വരേണ്ടത്. പക്ഷേ വാട്ടർ നമ്മൾ ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഉൾപ്പെടുത്തില്ല. അതിന് കാരണം എന്ന് പറയുന്നത് വീക്ക് ആസിഡുകളുടെ ഡിസോസിയേഷൻ സംഭവിക്കുന്നത് എക്സസ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിൻ്റെ പ്രസൻസിലാണ്. ഓക്കെ, അതായത് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ എക്സസ് ആണ്. കാരണം വെരി ഡൈല്യൂട്ട് ആക്കി മാറ്റിയെങ്കിൽ മാത്രമേ വീക്ക് ആസിഡുകൾ ഇതേപോലുള്ള ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. അപ്പോൾ വെരി ഡൈല്യൂട്ട് ആക്കി മാറ്റിയെങ്കിൽ മാത്രമേ ഈ പറയുന്ന വീക്ക് ആസിഡുകൾ ഇതേപോലുള്ള ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. വെരി ഡൈല്യൂട്ടഡ് ആക്കി മാറ്റണമെങ്കിൽ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കുറയ്ക്കണം. ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ലാർജ് ക്വാണ്ടിറ്റി വാട്ടർ ആഡ് ചെയ്യണം. അപ്പോൾ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ എക്സസ് ക്വാണ്ടിറ്റിയാണ്. ഈ എക്സസ് ക്വാണ്ടിറ്റികൾക്ക് സാധാരണഗതിയിൽ കാര്യമായ ചേഞ്ചുകളൊന്നും വരാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, എക്സസ് ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്ന വാട്ടർ അത് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ അവിടെ നിൽക്കും. അതുകൊണ്ട് തന്നെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൽ ഉൾപ്പെടുത്താറില്ല. സോ ദ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വീക്ക് ആസിഡ് KA is equal to concentration of A- ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H3O+ ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HA എന്ന് എഴുതിയാൽ മതിയാകും. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റും ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. എന്താണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയുന്ന സിമ്പൽ കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക.
ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ടേക്കൺ ഇനിഷ്യലി. നമ്മൾ എടുത്ത റിയാക്റ്റൻറ്റിൽ എത്ര നമ്പർ ഓഫ് മോൾ റിയാക്ട് ചെയ്തു എന്ന റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ടേക്കൺ. നമ്മൾ എടുത്തതിൽ എത്ര റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റായി മാറി എന്ന റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ടേക്കൺ, ദാറ്റ്സ് എ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പോൾ ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എഴുതിയെടുക്കുകയാണെങ്കിൽ നമുക്ക് 3 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമ്മൾ ഇവിടെ എടുത്താൽ ഇനീഷ്യലി റിയാക്റ്റൻറ്റുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പ്രോഡക്റ്റ് ഉണ്ടാകുകയില്ല. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് നമുക്ക് സി എന്നെടുക്കാം. വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ നിങ്ങൾ പരിഗണിക്കേണ്ട, കാരണം അതിന് ചേഞ്ചുകൾ വരുന്നില്ല, അത് എക്സസ് ക്വാണ്ടിറ്റി അവിടെ കിടക്കുന്നതാണ്. സോ നമ്മൾ അതിനെ പരിഗണിക്കുന്നില്ല. A- കോൺസെൻട്രേഷൻ ഇനിഷ്യലി 0 ആണ്, H3O+ കോൺസെൻട്രേഷനും ഇനിഷ്യലി 0 ആണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമുക്ക് ആസിഡിൻ്റേത് നമ്മൾ സി എന്ന് എടുത്തിരിക്കുന്നു. ഇനി നമ്മൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ സി ആണെങ്കിൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ നമ്മൾ സി ആൽഫ എന്നാണ് എടുക്കുക. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 1 ആണെങ്കിൽ നമ്മൾ 1 ആൽഫ, 2 ആണെങ്കിൽ 2 ആൽഫ, 3 ആണെങ്കിൽ 3 ആൽഫ, സി ആണെങ്കിൽ നമ്മൾ സി ആൽഫ എന്ന് വേണം എടുക്കാൻ. ഇവിടെ റിയാക്റ്റൻറ്റിൻ്റെ നിന്ന് ഇവിടെ വന്നിരിക്കുന്ന ചേഞ്ച്, റിയാക്ഷൻ നടക്കും തോറും റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും. അത് ഡിക്രീസ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കൂടെ നമുക്ക് കൊടുക്കാം. കാരണം റിയാക്ഷൻ നടക്കും തോറും റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കൂടെ കൊടുക്കാം. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. 1 മോള് HA റിയാക്ട് ചെയ്തപ്പോൾ 1 മോൾ A- ആണ് കിട്ടിയതെങ്കിൽ സി ആൽഫ റിയാക്ട് ചെയ്താൽ എത്ര കിട്ടും? സി ആൽഫ കിട്ടണം. 1ന് 1 കിട്ടിയാൽ സി ആൽഫയ്ക്ക് സി ആൽഫ കിട്ടും. അതേപോലെ തന്നെ 1 മോള് HA റിയാക്ട് ചെയ്തപ്പോൾ 1 മോൾ H3O+ ആണ് കിട്ടിയതെങ്കിൽ സി ആൽഫ റിയാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? സി ആൽഫ കിട്ടും. 1ന് 1 കിട്ടിയാൽ സി ആൽഫയ്ക്ക് സി ആൽഫ കിട്ടും. ഇനി അടുത്ത 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ആണ്. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഇനിഷ്യലി HA സി ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് നിന്ന് സി ആൽഫ പോയി കഴിഞ്ഞാൽ ഇക്വിലിബ്രിയത്തിൽ സി - സി ആൽഫ ആണുള്ളത്. അതേപോലെ തന്നെ A- ഇനിഷ്യലി 0 ആയിരുന്നു, ഇപ്പോൾ എത്ര ഉണ്ടായിട്ടുണ്ട്? സി ആൽഫ ഫോം ചെയ്തു. H3O+ ഇനിഷ്യലി 0 ആയിരുന്നു, ഇപ്പോൾ അത് എത്ര ഫോം ചെയ്തു? സി ആൽഫ ഫോം ചെയ്തു. അപ്പോൾ ഇക്വിലിബ്രിയത്തിലെ HAയുടെയും A- H3O+ൻ്റെയും കോൺസെൻട്രേഷൻസ് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. അത് അവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ KA = കോൺസെൻട്രേഷൻ ഓഫ് A- പകരം നമുക്ക് സി ആൽഫ കൊടുക്കാം, ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H3O+ന് പകരം നമുക്ക് സി ആൽഫ കൊടുക്കാം, ഓൾ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HAയ്ക്ക് പകരം നമുക്ക് സി - സി ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് വീണ്ടും നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ KA = C² α² ഡിവൈഡഡ് ബൈ ഒരു സി നമുക്ക് വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 - ആൽഫ എന്ന് എഴുതാം. ഇവിടെ നമുക്കൊരു സി നമുക്ക് വെട്ടിക്കളയാം. അങ്ങനെയെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് KA = C α² ഡിവൈഡഡ് ബൈ 1 - ആൽഫ എന്നാണ്. ഈ ആൽഫ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ടേക്കൺ. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയുടെ വാല്യൂ മാക്സിമം വരാവുന്ന എത്രയായിരിക്കും? 1 ആണ്. നിങ്ങൾ ഒരു മോൾ റിയാക്റ്റൻ്റ് എടുത്തു, അത് കംപ്ലീറ്റ് റിയാക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എടുത്തത് 1, റിയാക്ട് ചെയ്തത് 1, 1/1 1. നിങ്ങൾ 10 മോൾ റിയാക്റ്റൻ്റ് എടുത്തു, 10 മോളും റിയാക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. റിയാക്ട് ചെയ്തത് 10, എടുത്തത് 10, 10/10 1. നിങ്ങൾ 100 മോൾ റിയാക്റ്റൻ്റ് എടുത്തു, 100ഉം റിയാക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ റിയാക്ട് ചെയ്തത് 100, എടുത്തത് 100, 100/100 ദാറ്റ്സ് ഈക്വൽ ടു 1. അപ്പോൾ ഈ ആൽഫയുടെ വാല്യൂ മാക്സിമം വരാവുന്നത് 1 ആണ്. അത് കംപ്ലീറ്റ് റിയാക്ട് ചെയ്യുന്ന കേസുകളിൽ മാത്രമാണ്. ഇവിടെയൊക്കെ ഇവർ കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റായിട്ട് മാറുന്നില്ല, ഇവർ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുകയാണ്. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത റിയാക്ഷൻ്റെ അകത്ത് നിന്ന് ഒരിക്കലും കംപ്ലീറ്റ് റിയാക്റ്റൻറ്റിനെ നമുക്ക് പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം കുറച്ച് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറേ ആൾക്കാർ റിട്ടേൺ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആൽഫയുടെ വാല്യൂ ഒരിക്കലും നമുക്ക് 1 കിട്ടില്ല. 1നേക്കാളും വളരെ ചെറിയ വാല്യൂ മാത്രമേ നമുക്ക് ആൽഫയിൽ കിട്ടാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു വീക്ക് ആസിഡ് ആയതുകൊണ്ടും കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യാത്തത് കൊണ്ടും ആൽഫയുടെ വാല്യൂ വെരി ലെസ് ദാൻ 1 ആയിരിക്കും. ഫോർ എ വീക്ക് ആസിഡ് ആൽഫ ഈസ് വെരി ലെസ് ദാൻ 1 ആയിരിക്കും. ആൽഫയുടെ വാല്യൂ വെരി ലെസ് ദാൻ 1 ആണ്. കാരണം ഇത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുകയാണ്. ഇത് നമ്മൾ എടുത്തതിൻ്റെ അകത്ത് ഒരു ചെറിയ പോർഷൻ മാത്രമേ ഡിസോസിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിസോസിയേറ്റ് ചെയ്തത് ചെറുതാണ്, എടുത്തത് വലുതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷൻ ചെറിയൊരു വാല്യൂ ആയിരിക്കും. ഡിസോസിയേറ്റ് ചെയ്ത എമൗണ്ട് ഡിവൈഡഡ് ബൈ ഇനിഷ്യലി എടുത്ത എമൗണ്ട്, അതാണല്ലോ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കിട്ടിയ ഈ റിസൾട്ടിനുള്ളിൽ നിന്ന് നമുക്ക് ആൽഫയെ ഡിനോമിനേറ്ററിൽ നിന്ന് നെഗ്ലക്റ്റ് ചെയ്യാം.
ആൽഫ വളരെ ചെറിയൊരു വാല്യൂ ആണ്. നമുക്ക് ഡിനോമിനേറ്ററിൽ നിന്ന് ആൽഫ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ KA = C alpha square എന്ന് നമുക്ക് കിട്ടും. എന്തുകൊണ്ടാണ് ഡിനോമിനേറ്ററിൽ നെഗ്ലക്റ്റ് ചെയ്തത്? ഈ നെഗ്ലിജിബിൾ വാല്യൂസ് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റൂ. മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് നെഗ്ലിജിബിൾ വാല്യൂസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിനോമിനേറ്ററിൽ നിന്ന് ആൽഫ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം, ന്യൂമറേറ്ററിൽ നിന്ന് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ KA = C alpha square എന്ന് പറയുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. KA എന്താണ്? KA is a dissociation constant of weak acid. C എന്നതാ കോൺസെൻട്രേഷൻ, ആൽഫ എന്നതാ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പോൾ ഈ ഒരു റിസൾട്ട് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും കോൺസെൻട്രേഷനും ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വീക്ക് ആസിഡും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് KA = C alpha square. ഈ റിസൾട്ട് അറിയാമെങ്കിൽ നമുക്കിപ്പോൾ കണ്ട ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമുക്കിനി നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ താഴേക്ക് ഒന്ന് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. If a certain weak acid is only 1% ionized in its decimolar aqueous solution at 298 Kelvin, pKa of the acid at 298 Kelvin കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുക. Certain weak acid is only 1% ionized. 1% ionized എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഡിസോസിയേഷൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. 1% എന്ന് തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പെർസെൻറ്റേജ് ഒന്ന് ഒഴിവാക്കാൻ എന്താ മാർഗം? പെർസെൻറ്റേജ് ഒഴിവാക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പെർസെൻറ്റേജ് ആക്കാൻ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, പെർസെൻറ്റേജ് ഒഴിവാക്കാൻ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആൽഫ = 1/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻² എന്ന് കിട്ടും. പെർസെൻറ്റേജ് ഡിസോസിയേഷൻ ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുക. സെർട്ടൻ വീക്ക് ആസിഡ് ഈസ് ഓൺലി 1% അയണൈസ്ഡ്. അപ്പോൾ പെർസെൻറ്റേജ് ആൽഫയാണ് 1% തന്നിരിക്കുക. സോ ആൽഫ പെർസെൻറ്റേജ് ഒഴിവാക്കാൻ 1/100 ചെയ്യുക, ദാറ്റ്സ് 10⁻². ഇൻ ഇറ്റ്സ് ഡെസിമോളാർ അക്വസ് സൊല്യൂഷൻ കോൺസെൻട്രേഷൻ ഡെസിമോളാർ ആണ്. ഡെസിമോളാർ എന്ന് പറഞ്ഞാൽ 10⁻⁻1 മോളാർ, ദാറ്റ്സ് എ ഡെസിമോളാർ. ഓക്കെ, 10⁻⁻1 മോളാർ ദാറ്റ്സ് അല്ലെങ്കിൽ 1/10 അതാണ് ഡെസിമോളാർ. 10⁻⁻1 മോളാർ aqueous solution at 298 Kelvin. pKa of the acid കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുക. pKa കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം KA കിട്ടിയേ പറ്റൂ. KA കിട്ടിയാൽ pKa കണ്ടുപിടിക്കുന്ന റൂട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ KA കിട്ടണം, കോൺസെൻട്രേഷൻ ഉണ്ട്, ആൽഫയുണ്ട്. KA കിട്ടാനുള്ള മാർഗം നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തു. KA = C alpha square. ഈ റിസൾട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സോ നമുക്കിവിടെ എഴുതാൻ പറ്റുന്നത് KA = C alpha square. അങ്ങനെയെങ്കിൽ KA = C എത്രയാണ്? കോൺസെൻട്രേഷൻ 10⁻⁻1. ആൽഫ എത്രയാണ്? 10⁻⁻2ൻ്റെ സ്ക്വയർ വരും. 10⁻⁻2ൻ്റെ ഹോൾ സ്ക്വയർ വരും. ഇത് ചെയ്താൽ ദാറ്റ്സ് ഈക്വൽ ടു 10⁻⁻5 എന്ന് കിട്ടും. ഇതാണ് KAയുടെ വാല്യൂ. പക്ഷേ KA അല്ല കണ്ടുപിടിക്കാൻ നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത് pKa ആണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ? കോൺസെൻട്രേഷൻ ഓഫ് H+ തന്നിട്ട് pH കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ നമ്മൾ ചെയ്യും അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് H+ തന്നിട്ട് pH കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ എടുക്കും. അങ്ങനെയെങ്കിൽ KAയുടെ വാല്യൂ തന്നിട്ട് pKa കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നെഗറ്റീവ് ലോഗ് KA ചെയ്താൽ മതി. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് H+ തന്നിട്ട് pH കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ എടുക്കും. അങ്ങനെയാണെങ്കിൽ KA തന്നിട്ട് pKa കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നെഗറ്റീവ് ലോഗ് KA ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ വാല്യൂ ചെയ്യാം. സോ pKa ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് KA. KAയുടെ വാല്യൂ നമുക്ക് കിട്ടി 10⁻⁻5. അങ്ങനെയെങ്കിൽ ഇത് സോൾവ് ചെയ്താൽ നെഗറ്റീവ് ഇൻറ്റു -5 ഇൻറ്റു log 10. log 10ൻ്റെ വാല്യൂ 1 ആണ്. നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ് ആവും. ദ ഫൈനൽ ആൻസർ 5 എന്ന് കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഓപ്ഷൻ നമ്പർ 1 ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ സാറേ? ഉണ്ട്, ചെയ്തു അതല്ലേ? അത് ചുമ്മാ അടിക്കുന്നതായിരിക്കേ, ഒരാളെന്ന് പറഞ്ഞല്ലേ? ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസർ കിട്ടേണ്ടതാണ്. ബാക്കി കുറച്ച് ആൾക്കാരൊക്കെ ചുമ്മാ
ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻ ഇരിക്കട്ടെ എന്ന് ഓർത്ത് അടിക്കുന്നതാണ്. സാരമില്ല, നിങ്ങളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതൊക്കെ കണ്ടുപിടിക്കുന്ന രീതികളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇത്തരം ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് ജെയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റൻസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് അറിയാമെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ റിസൾട്ട് എങ്ങനെ കിട്ടി എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഡിറൈവ് ചെയ്ത് തന്നെ ഇവിടെ കാണിച്ച് തന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ മനസ്സിലാക്കുക, എന്നിട്ട് ജസ്റ്റ് നിന്ന് സോൾവ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഡിറൈവ് ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെ കിട്ടി, ആ റിസൾട്ട് എങ്ങനെ കിട്ടി, അതിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി KA കിട്ടിയാൽ എങ്ങനെ PKA കണ്ടുപിടിക്കാമെന്നൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. KA തന്നു കഴിഞ്ഞാൽ PKA കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നെഗറ്റീവ് ലോഗ് KA ചെയ്താൽ മതിയാകും. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ്, assuming complete ionization, pH of a millimolar aqueous solution of NaOH at 298 Kelvin. Very simple question. ഒന്നും പറയാനില്ല, ഒന്ന് ചെയ്തിട്ട് പെട്ടെന്ന് ആൻസർ കമൻറ്റ് ചെയ്തേരെ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. Assuming complete ionization, pH of a millimolar aqueous solution of NaOH at 298 Kelvin is. pH of millimolar aqueous solution of NaOH. NaOHനെ പറ്റി ക്വസ്റ്റ്യൻ്റെ അകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അസ്യൂമിങ് കംപ്ലീറ്റ് അയോണൈസേഷൻ. NaOH കംപ്ലീറ്റ് അയോണൈസേഷന് വിധേയമായാൽ നമുക്ക് എന്തൊക്കെ കിട്ടും? Na+ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന മറ്റൊരാൾ OH- ആണ്. കംപ്ലീറ്റ് അയോണൈസേഷൻ എന്ന് ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ദ pH ഓഫ് മില്ലിമോളാർ അക്വസ് സൊല്യൂഷൻ ഓഫ് NaOH. മില്ലിമോളാർ എന്ന് പറഞ്ഞാൽ 10⁻³ 1/1000 അല്ലേ. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമ്മൾ എടുത്താൽ 10⁻³ മോളാർ NaOH ഉണ്ടായിരുന്നു. ആ സമയത്ത് Na+ ഇല്ല, OH- ഇല്ല, 0, കോൺസെൻട്രേഷൻസ് 0. ഇനീഷ്യലി കഴിഞ്ഞാൽ പിന്നീട് ഫൈനൽ, കാരണം കംപ്ലീറ്റ് അയണൈസേഷൻ സംഭവിച്ചു. സോ ദ ഫൈനൽ കോൺസെൻട്രേഷൻ NaOH ഫൈനലി 0 ആണുള്ളത്. കംപ്ലീറ്റ് എടുത്തത് മുഴുവൻ ഡിസോസിയേറ്റ് ചെയ്ത് അങ്ങ് പോയി. ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു NaOHന് ഒരു Na+ കിട്ടിയെങ്കിൽ 10⁻³ എടുത്താൽ എത്ര എണ്ണം കിട്ടണം? 10⁻³ മോളാർ കിട്ടും Na+. അതേപോലെ തന്നെ ഒരു മോൾ NaOHൻ്റെ അകത്ത് നിന്ന് ഒരു മോൾ OH- ആണ് കിട്ടുന്നതെങ്കിൽ 10⁻³ എടുത്താൽ എത്ര കിട്ടും? 10⁻³ മോളാർ OH- നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് pH കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് നമുക്ക് pH ആണ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത്. pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് എഴുതിയായിരുന്നു. നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ pH കണ്ടുപിടിക്കണമെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ വേണം. ഇപ്പോൾ ഇവിടെ എവിടെയും നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഓഫ് H+ കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന ആൾ ആസിഡ് അല്ല, ബേസ് ആണ്. ബേസ് ഒരിക്കലും H+ റിലീസ് ചെയ്യല. ബേസ് റിലീസ് ചെയ്യുന്നതാകട്ടെ OH- ആണ്. ആസിഡാണ് H+നെ റിലീസ് ചെയ്യുന്നത്, ബേസ് റിലീസ് ചെയ്യുന്നത് OH- ആണ്. അതുകൊണ്ട് തന്നെ ബേസിൻ്റെ കേസിൽ നമുക്ക് pH ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ബേസിൻ്റെ കേസിൽ നമ്മൾ ഡയറക്റ്റ് കണ്ടുപിടിക്കുന്നത് POH ആണ്. സോ POH = നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH-. ഇവിടെ നമുക്ക് pH ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഡയറക്റ്റ് കണ്ടുപിടിക്കുന്നത് POH ആണ്. സോ POH കണ്ടുപിടിക്കണമെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് OH- കിട്ടണം. കോൺസെൻട്രേഷൻ ഓഫ് OH- നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. എത്രയാണ് കോൺസെൻട്രേഷൻ ഓഫ് OH-? ദ ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് OH- 10⁻³ മോളാർ. സോ നമുക്കിവിടെ എഴുതാൻ പറ്റുന്ന കാര്യം കോൺസെൻട്രേഷൻ ഓഫ് OH- ഫൈനലി ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻³ മോളാർ. ഇനി pH അല്ലെങ്കിൽ POH ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻസ് നമ്മൾ നോർമാലിറ്റിയിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻ ടേംസ് ഓഫ് നോർമാലിറ്റിയിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മൊളാരിറ്റിയിലാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിനെ നോർമാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള മാർഗ്ഗം എന്താ? നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു N ഫാക്ടർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 10⁻³ ഇൻറ്റു N ഫാക്ടർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് റീപ്ലേസബിൾ OH-. NaOHന് എത്ര OH- റിലീസ് ചെയ്യാൻ പറ്റുമെന്നതാണ് അതിൻ്റെ N ഫാക്ടർ. NaOHന് ഒറ്റ OH- മാത്രമാണ് റിലീസ് ചെയ്യാൻ പറ്റുന്നത്. സോ ദ N ഫാക്ടർ ഈസ് 1. സോ ദ വാല്യൂ ഈസ് 10⁻³ നോർമൽ. ഈ വാല്യൂ കൊണ്ട് നമ്മൾ POHൻ്റെ ഇക്വേഷനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ POH ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് 10⁻³ എന്ന് കിട്ടും. നെഗറ്റീവ് ലോഗ് 10⁻³ ഇത് സോൾവ് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഇൻറ്റു -3 ഇൻറ്റു ലോഗ് 10 എന്ന് വരും. അതിൻ്റെ ആൻസർ വരുന്നത് 3 ആണ്. പക്ഷേ ഒരു പ്രശ്നം, നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത് POH അല്ല, കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത് pH ആണ്. അപ്പോൾ നമ്മൾ POH കിട്ടിയാൽ അതിനെ എങ്ങനെ pHലേക്ക് കൺവേർട്ട് ചെയ്യും? അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത റിലേഷൻഷിപ്പ് pH + POH ദാറ്റ് ഈസ് ഈക്വൽ ടു 14. ഇതൊക്കെ ഓർക്കണം കേട്ടോ. അങ്ങനെയെങ്കിൽ
pH is equal to 14 minus POH ചെയ്താൽ മതി. So pH is equal to 14 minus POH എത്രയാണ് 3 ആണ്. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 11. ഓക്കെ, ഒത്തിരി ആൾക്കാർ ശരിയാക്കി അല്ലേ സാറേ? ഓക്കെ, ഒത്തിരി ആൾക്കാർ ശരിയാക്കി. നിങ്ങൾക്ക് കൃത്യമായിട്ട് pH കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. സോ ദാറ്റ്സ് വെരി ഗുഡ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2, 11. ഓക്കെ, ഇത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രമായിരുന്നു. ഓക്കെ, ആൻസർ കിട്ടിയില്ല അല്ലേ? ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാവേ. നെക്സ്റ്റ്, the pH of a 10 raised to minus 7 molar aqueous solution of HCl at 298 Kelvin. പെട്ടെന്ന് ചെയ്തേ 5 മിനിറ്റ് ഉള്ളൂ. ഓക്കെ, 5 മിനിറ്റ് സമയമുള്ളൂ. ഒന്ന് പെട്ടെന്ന് ചെയ്യണം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങളിതൊന്ന് സോൾവ് ചെയ്തേ. ഇതൊന്ന് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കണം. വളരെ സിമ്പിളാണ്. ഏതാണ് ആൻസർ പെട്ടെന്ന് പറ. ഇതിൻ്റെ അകത്ത് 3 ഓപ്ഷനുള്ളൂ. 4ാമത്തെ ഓപ്ഷൻ എന്തി? ഇതേ 4 ഓപ്ഷൻ ഉണ്ട്. 7.3. ഏതാണ് ആൻസർ? ആരെങ്കിലും കമൻറ്റ് ചെയ്തോ സാറേ? വരുന്നുള്ളൂ. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറയണേ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ദ pH of a 10 raised to minus 7 molar aqueous solution of HCl at 298 Kelvin. ഏതാണ് ആൻസർ? ഓപ്ഷൻ നമ്പർ 3 ചെയ്തിട്ടുണ്ട് അമാൻ. ഓക്കെ, വേറെ എല്ലാവരും ഓപ്ഷൻ നമ്പർ? ഒരാൾ ഓപ്ഷൻ നമ്പർ 2 ചെയ്തിട്ടുണ്ട്. ദേവ. വേറെ 3. കൂടുതൽ ആൾക്കാരും 3 ചെയ്തേ അല്ലേ? ഒരാൾ 2 ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാവേ ഇതിൻ്റെ അകത്ത് എന്താണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. സംഭവം ഇവിടെ അകത്ത് തന്നിരിക്കുന്നത് നോക്കിക്കേ, HCl ആണ്. HClൻ്റെ കോൺസെൻട്രേഷൻ 10 raised to minus 7 മോളാർ. HCl എന്ന് പറയുന്ന സ്ട്രോങ് ആസിഡ് എന്നുള്ള കാര്യം നമുക്കറിയാം. HCl കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യും. കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന H+ കിട്ടും, Cl- കിട്ടും. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ HCl 10 raised to minus 7 മോളാർ ആണ്. ആ സമയത്ത് H+ ഇല്ല, Cl- ഇല്ല. കാരണം ഇനിഷ്യലി റിയാക്റ്റൻ്റ് മാത്രമേ ഉള്ളൂ. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഫൈനൽ കോൺസെൻട്രേഷനാണ് എടുക്കുക. ഫൈനൽ കോൺസെൻട്രേഷൻ എടുക്കുമ്പോൾ HCl കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് പോകും. അത് 0 ആണ്. 1 മോൾ HCl 1 മോൾ H+ കിട്ടുമെങ്കിൽ 10 raised to minus 7 10 raised to minus 7 മോളാർ കിട്ടും. അതുപോലെ തന്നെ 1 മോൾ HCl 1 മോൾ Cl- കിട്ടുമെങ്കിൽ 10 raised to minus 7 10 raised to minus 7 മോളാർ Cl- കിട്ടും. ഇവിടെ pH കണ്ടുപിടിക്കാൻ ആവശ്യമായ കോൺസെൻട്രേഷൻ ഓഫ് H+ നമുക്ക് കിട്ടി. സോ pH ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. കോൺസെൻട്രേഷൻ ഓഫ് H+ 10 raised to minus 7 മോളാർ. നോർമാലിറ്റിയിലേക്ക് മാറ്റിയാലും n ഫാക്ടർ 1 തന്നെയാണ്. വേണമെങ്കിൽ ഒന്ന് മാറ്റി എഴുതാം കേട്ടോ, അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്. കോൺസെൻട്രേഷൻ ഓഫ് H+ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 10 raised to minus 7 മോളാർ ആണ്. നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു n ഫാക്ടർ ചെയ്താൽ മതി. സോ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ 10 raised to minus 7, n ഫാക്ടർ എന്ന് പറയുമ്പോൾ HClൻ്റെ അകത്ത് എത്ര റീപ്ലേസബിൾ H+ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഒറ്റ H+ മാത്രമേ ഉള്ളൂ. സോ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 raised to minus 7 നോർമൽ. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ pHൻ്റെ ഇക്വേഷനകത്തേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ pH ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 raised to minus 7. ഇത് ചെയ്ത് കഴിഞ്ഞാൽ -7 ഇൻറ്റു log 10 എന്ന് വരും. ഇതിൻ്റെ വാല്യൂ pH ദാറ്റ് ഈസ് ഈക്വൽ ടു 7 എന്നാണ് നമുക്ക് കിട്ടുക. പക്ഷേ അത് തെറ്റാണ്. എന്തുകൊണ്ടാണ് 7 തെറ്റായത്? HCl എന്ന് പറയുന്നത് ഒരു ആസിഡാണ്. ആസിഡിനെ സംബന്ധിച്ച് ഒരിക്കലും pH വാല്യൂ 7 വരാൻ പറ്റില്ല. pH വാല്യൂ <7 വന്നേ പറ്റൂ. ഓക്കെ, HCl ഒരു ആസിഡാണ്. ആസിഡിൻ്റെ pH വാല്യൂ <7 വന്നേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്ന പ്രശ്നം എന്താ? ഇവിടെ സംഭവിച്ചിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ ആസിഡ് വെരി ഡൈല്യൂട്ടഡ് ഫോമിലാണ്. 10 raised to minus 7 മോളാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആസിഡ് വെരി ഡൈല്യൂട്ടഡ് ആണ്. അങ്ങനെ വെരി ഡൈല്യൂട്ടഡ് ആകുന്ന കേസുകളിൽ ദ നെറ്റ് കോൺസെൻട്രേഷൻ ഓഫ് H+ നമ്മൾ എടുക്കുന്ന സമയത്ത് ആസിഡിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന കോൺസെൻട്രേഷൻ ഓഫ് H+ഉം അതിനോടൊപ്പം അത് ഡൈല്യൂട്ട് ചെയ്യാൻ ഉപയോഗിച്ച വാട്ടറിനകത്ത് നിന്ന് കിട്ടുന്ന കോൺസെൻട്രേഷൻ ഓഫ് H+ഉം കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആസിഡിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന കോൺസെൻട്രേഷൻ ഓഫ് H+ 10 raised to minus 7. പ്യുവർ വാട്ടറിൻ്റെ അകത്തെ കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറയുന്നത് എത്രയാണ്? 10 raised to minus 7 അല്ലേ? 10 raised to minus 7 ആണ്. പ്യുവർ വാട്ടറിനകത്തെ കോൺസെൻട്രേഷൻ ഓഫ് H+ 10 raised to minus 7 ആണ്. അപ്പോൾ ഇത് നമ്മൾ പരിഗണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആക്ച്വലി ദാറ്റ് ഈസ് ഈക്വൽ ടു 10 raised to minus 7 ഇൻറ്റു എത്രയാണ് വരിക? കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1 + 1 വരും അല്ലേ? 2 × 10 raised to minus 7 വരും. 2 × 10 raised to minus 7 വരും. അങ്ങനെയാണെങ്കിൽ pH ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് 2 × 10 raised to minus 7 വരാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു log 2 പ്ലസ് log 10 raised to minus 7 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 0.3. ഇത് എത്ര വരിക? -7 വരും.
അപ്പോൾ ഇത് അകത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ, അതായത് നമുക്ക് നെഗറ്റീവ് സൈൻ അകത്തേക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -0.3 പ്ലസ് 7 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 മൈനസ് 0.3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6.7. 6.7 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 3 ആണ് വരിക. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ സോൾവ് ചെയ്യാതെ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അതായത് വെരി ഡൈല്യൂട്ട് ആയിട്ടുള്ള ഒരു ആസിഡ് ആണെങ്കിൽ അതിൻ്റെ pH വാല്യൂ ജസ്റ്റ് ലെസ് ദാൻ 7 ഉള്ള ഓപ്ഷൻ എടുത്ത് എഴുതിയാൽ മതി. 7 അടുത്തുള്ളതും ജസ്റ്റ് ലെസ് ദാൻ 7 ഉള്ളതുമായ ഓപ്ഷൻ എടുത്താൽ മതി. 6 എടുക്കാൻ പറ്റൂല, 7 പറ്റൂല, ജസ്റ്റ് ലെസ് ദാൻ 7 വേണം. അപ്പോൾ ജസ്റ്റ് ലെസ് ദാൻ 7 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നതിൽ ആരാണ് 6.7? അത് 7 എബവ് 7 അല്ലേ വരിക. വെരി ഡൈല്യൂട്ട് ആസിഡ് എന്ന് പറയുമ്പോൾ 10⁻⁻7 അതിനേക്കാളും കുറവാണ് കോൺസെൻട്രേഷൻ എങ്കിൽ നമുക്കതിനെ വെരി ഡൈല്യൂട്ട് ആസിഡായിട്ട് പരിഗണിക്കാവുന്നതാണ്. 10⁻⁷ അതിനേക്കാളും കുറവാണ് കോൺസെൻട്രേഷൻ എങ്കിൽ അത്തരം ആസിഡുകളെ നമുക്ക് വെരി ഡൈല്യൂട്ട് ആസിഡായിട്ട് പരിഗണിക്കാവുന്നതാണ്. അത്തരം കേസുകളിൽ pH വാല്യൂ സോൾവ് ചെയ്ത് ഇതുപോലെ കണ്ടുപിടിക്കേണ്ട ആവശ്യം പോലുമില്ല. 7 അടുത്തുള്ളതും ജസ്റ്റ് ലെസ് ദാൻ 7 ഉള്ളതുമായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് നേരിട്ട് എഴുതാവുന്നതാണ്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ നമ്പർ 3 ആണ്. ജസ്റ്റ് ലെസ് ദാൻ 7 ഉള്ള ഓപ്ഷൻ എടുത്ത് ചെയ്താൽ മതിയാകും. ഓക്കെ, മനസ്സിലായല്ലോ. അതേപോലെ തന്നെ വെരി ഡൈല്യൂട്ട് ബേസ് ആണെന്ന് വിചാരിക്കുക. വെരി ഡൈല്യൂട്ട് ബേസ് എന്നും അതുപോലെ തന്നെയാണ് 10⁻⁷ അതിനേക്കാളും കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ വെരി ഡൈല്യൂട്ട് ബേസ് ആണ്. വെരി ഡൈല്യൂട്ട് ബേസ് ആണെങ്കിൽ അതിൻ്റെ pH വാല്യൂ ജസ്റ്റ് എബവ് 7 ഉള്ള ഓപ്ഷൻ എടുത്ത് എഴുതാവുന്നതാണ്. ബേസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ വെരി ഡൈല്യൂട്ട് ആണെങ്കിൽ ജസ്റ്റ് എബവ് ഉള്ള ഓപ്ഷൻ ഏതാണോ അത് നിങ്ങൾക്ക് ആൻസറായിട്ട് എടുത്ത് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു സെക്ഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ JEE മെയിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമുക്ക് 100% സ്കോറാണ് നമ്മുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. എല്ലാ വിഷസും വളരെ അഡ്വാൻസ് ആയിട്ട് തന്നെ നേരെയാണ്. നല്ല നല്ല മാർക്കുകൾ കിട്ടും, നല്ല അഡ്മിഷൻസ് ഒക്കെ കിട്ടും. ധൈര്യമായിട്ടിരിക്കുക. പരമാവധി അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, കാണാൻ പറ്റില്ല, ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്.